സഹകരണ ചട്ടങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ഒരിക്കലും സഹകരണ മേഖലയെ തകർക്കാൻ വേണ്ടിയല്ല. സഹകരണ സംഘങ്ങളുടെ നിലനിൽപ്പിനായിട്ട് സംഘങ്ങളോടുള്ള അപ്രോച്ചിൽ മാറ്റം വരുത്തേണ്ടത് നമ്മുടെ വിലമതിക്കാനാവാത്ത നമ്മുടെ കസ്റ്റമേഴ്സാണ്. എപ്പോഴും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും എംപ്ലോയീസും മാത്രം ഈ 4 സ്റ്റേക്ക് ഹോൾഡർ സംവിധാനത്തിൽ മുന്നേറിയാൽ പോരാ. ശരിക്കും പറയുവാണെങ്കിൽ ഈ കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത് ഒരു ഓണർ മെമ്പർ ഐഡൻറ്റിറ്റിയാണ്. ഒരു ഡിസിഷൻ ഡിലേ ആയാൽ ഇറ്റ് ഈസ് ഈക്വലൻ ടു ഡിസിഷൻ ഡിനൈഡ്. അത് ഒരു പ്രൊഫഷണൽ അപ്രോച്ചാണ്. ഈ കോപ്പറേറ്റീവ് സെക്ടർ എന്ന് പറയുന്ന അതിൻ്റെ വാല്യൂസും അതിൻ്റെ വിഷനും മിഷനും കൃത്യമായിട്ട് അറിയാവുന്ന ആൾക്കാർ ആ ബോർഡിലേക്ക് വരിക എന്നുള്ളതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളൊരു സംഗതി. ഈ കോർപ്പറേറ്റ്സിനെ നമുക്ക് നേരിടണമെങ്കിൽ സഹകരണവൽക്കരണം വേണം. ഇത്തവണത്തെ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷന് സഹകരണ മേഖല സർക്കാരിന് നൽകിയിരിക്കുന്ന 5200 കോടിയാണ്. IT പ്രോസസ്സിലൂടെ മാത്രമേ നമുക്ക് ഫിംഗർ ടിപ്സിൽ ഇൻഫർമേഷൻ അവൈലബിൾ ആവൂ. അതുകൊണ്ട് തന്നെ ആ ഒരു ലൈനിലാണ് നമ്മുടെ ചിന്താഗതി മുന്നോട്ട് പോകേണ്ടത്. പക്ഷേ ആ ഒരു AI ആപ്ലിക്കേഷൻ ടൂൾ നമ്മൾ ഡെവലപ്പ് ചെയ്തപ്പോൾ ഇന്നലെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഏകദേശം 30ഓളം പാർട്ടിസിപ്പൻസ് അതിനകത്ത് കൂടി. ഈ മേഖല പൂർണ്ണമായിട്ടും ഒരു പ്രൊഫഷണൽ മേഖലയായിട്ട് മാറും എന്നുള്ളതും എനിക്ക് പൂർണ്ണമായിട്ടും വിശ്വാസമുണ്ട്. ഡേറ്റ മാനേജ്മെൻറ്റ് നോക്കുവാണെങ്കിൽ നമ്മൾ എത്ര കണ്ട് കോമ്പീറ്റൻ്റ് ആണ്. നമുക്ക് ലേറ്റസ്റ്റ് 2024 വരെയെങ്കിലും ഉള്ള ഡേറ്റയുടെ ഒരു കൺസോൾട്ടേഷൻ എവിടെയെങ്കിലും കിട്ടുമോ? ഡേറ്റ മാനേജ്മെൻറ്റ് മാത്രമേ നമ്മളെ എഫക്റ്റീവായിട്ട് ചിന്തിക്കാനും ഡിസിഷൻ മേക്കിംഗ് വളരെ ഫാസ്റ്റായിട്ടും കൊണ്ടുപോകാൻ പറ്റൂ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വേദി 2-ൽ രാവിലെ 10 മുതൽ 11 വരെ സഹകരണ മേഖലയും പ്രൊഫഷണലിസം എന്ന വിഷയം അധികരിച്ചുകൊണ്ട് ഒരു ടോക്കാണ് തീരുമാനിച്ചിട്ടുള്ളത്. നമുക്ക് ഏവർക്കും അറിയുന്ന പോലെ ഇന്ന് വളരെ തിരക്കുള്ള ദിവസമാണ് എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ എത്തിച്ചേരുന്നതിന് സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ കോലിക്കോട് കൃഷ്ണൻ നായർ അവർ ഈ പരിപാടിയിൽ ഉദ്ഘാടനം നിർവഹിക്കും. അദ്ദേഹത്തിന് ഇവിടെ എത്തിച്ചേരാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം എത്തുന്ന മുറയ്ക്ക് നമുക്ക് ഉദ്ഘാടന പ്രസംഗം നടത്തുന്നതാണ്. നമുക്ക് എന്തായാലും അദ്ദേഹത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ടോക്ക് ഷോ ആരംഭിക്കാം. ഇന്ന് ഈ വിഷയത്തെ അധികരിച്ച് നമ്മോട് സംസാരിക്കുന്നതിന് നമ്മോടൊപ്പം 4 പ്രഗത്ഭ വ്യക്തികളാണ് ഉള്ളത്. അത് ഒന്ന്, നമ്മുടെ കേരളത്തിൽ തന്നെ സഹകരണ എഡ്യൂക്കേഷൻ സെക്ടറിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുള്ള വെള്ളാനിക്കര സ്ഥിതി ചെയ്യുന്ന കോർപ്പറേഷൻ ബാങ്കിങ് അവിടെയുള്ള ഫാക്കൽറ്റിയും നിലവിൽ കാർഷിക സർവകലാശാല രജിസ്ട്രാറായി പ്രവർത്തിക്കുന്ന ഡോക്ടർ രഞ്ജിത്ത് കുമാറാണ്. അദ്ദേഹം നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹം സഹകരണ മേഖലയുടെ കാര്യത്തിൽ സർക്കാരിൽ നിന്നും എന്താണ് പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നത്, എന്തൊക്കെ തരം മാറ്റങ്ങളാണ് സർക്കാർ ഈ മേഖലയുടെ പ്രൊഫഷണൽ സമീപനത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ സർക്കാരിന് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ചായിരിക്കും അദ്ദേഹം സംസാരിക്കുക. നമ്മോടൊപ്പം രണ്ടാമതായുള്ളത് സഹകരണ മേഖലയിൽ നമ്മളിന്ന് കൊടുത്തിരിക്കുന്ന വിഷയത്തിനെ വളരെ ആപ്റ്റായിട്ട് അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ആണ്ടൂർക്കോണം സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ രാജേന്ദ്രകുമാറാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സഹകരണ മേഖലയിൽ പ്രൊഫഷണലിസം കൊണ്ടുവരുന്നതിന് വിവിധങ്ങളായിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മുഴുവൻ സ്റ്റേക്ക് ഹോൾഡേഴ്സും പുതിയ കാലഘട്ടങ്ങളെ അഭിമുഖീകരിക്കുന്ന രീതിയിൽ, പുതിയ വെല്ലുവിളികളെ ഏറ്റെടുക്കുന്ന രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അത് തുടങ്ങേണ്ടത് തീർച്ചയായിട്ടും സഹകരണ സംഘങ്ങളിൽ നിന്ന് തന്നെയാണ്. ആ സഹകരണ സംഘങ്ങൾ അതിൻ്റെ ബോർഡ് ഓഫ് മാനേജ്മെൻറ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, അവിടുത്തെ എംപ്ലോയീസ് ഏത് തരത്തിലുള്ള പ്രൊഫഷണൽ സമീപനമാണ് അവരുടെ ആറ്റിറ്റ്യൂഡിലും അപ്രോച്ചിലും കൊണ്ടുവരേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് സംസാരിക്കുന്നത് മിസ്റ്റർ രാജേന്ദ്രകുമാറാണ്. അദ്ദേഹത്തിന് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, ഒരു സാധാരണ വ്യക്തി ഒരു പ്രൊഫഷണലായി മാറുന്നതിന് 3 കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, അയാളുടെ നോളജ്, 2 സ്കില്ല്, 3 ആറ്റിറ്റ്യൂഡ്. അപ്പോൾ നോളജ്, സ്കിൽ, ആറ്റിറ്റ്യൂഡ്, ഈ 3 കാര്യങ്ങളിലൊരു മാറ്റം വരണമെങ്കിൽ തീർച്ചയായിട്ടും അത് കൃത്യമായിട്ടുള്ള ട്രെയിനിങ്ങുകളിലൂടെ മാത്രമേ സാധ്യമാകുകയുള്ളൂ. അപ്പോൾ സഹകരണ മേഖലയുടെ പ്രൊഫഷണലിസം അത് നിലവിലുള്ള ആ ട്രെയിനിങ് എങ്ങനെ പ്രവർത്തിച്ചു വരുന്നു, അതിൽ എന്ത് കാലികമായിട്ടുള്ള മാറ്റമാണ് ഈ മേഖലയിൽ ഉണ്ടാകേണ്ടത്, ട്രെയിനിങ്ങുകൾ നമ്മൾ എങ്ങനെ അതിനെ മോഡേണൈസ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് സംസാരിക്കുന്നത്
ഈ പരിപാടിയുടെ പ്രധാന ഓർഗനൈസറും കിക്മയുടെ ഡയറക്ടറും കൂടിയായിട്ടുള്ള ഡോക്ടർ രാജേഷാണ്. അദ്ദേഹത്തിനെ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, പുതിയ കാലഘട്ടം നമുക്ക് IT മേഖലയിൽ വളരെയധികം ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മെഷീൻ ലേണിങ്ങും ഒക്കെ എങ്ങനെ സഹകരണ മേഖലയുടെ ഭാവിയെ കരിപിടിപ്പിക്കുമെന്ന് നമ്മൾ കൃത്യമായി മുൻകൂട്ടി അറിഞ്ഞ് പ്രവർത്തിക്കേണ്ട സമയമാണ്. നമ്മുടെ കേരളത്തിൽ കോമൺ സോഫ്റ്റ്വെയർ, യൂണിഫോം സോഫ്റ്റ്വെയർ എന്ന രീതിയിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ചർച്ചകൾ പല മേഖലകളിൽ നടന്നു വരികയാണ്. എന്തായിരിക്കണം ഗവൺമെൻറ്റിൻ്റെ സമീപനം ആ കാര്യത്തിൽ? IT മേഖലയിൽ ഏതൊക്കെ തരത്തിൽ നമ്മുടെ സിസ്റ്റംസിനെ നന്നാക്കിയെടുക്കാം എന്ന് നമ്മോടൊപ്പം സംസാരിക്കുന്നത് ഡോക്ടർ രാകേഷ് കുമാറാണ്. കിക്മയുടെ ഫാക്കൽറ്റിയാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്യാമെന്നേറ്റ ശ്രീ കോലിക്കോട് കൃഷ്ണനായർ അവരുകളെയും അദ്ദേഹത്തിൻ്റെ അഭിഭാവത്തിൽ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, ഈ വർഷം 2025 ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഇയറായിട്ട് നമ്മുടെ രാജ്യം ആഘോഷിക്കുകയാണ്, അല്ലെങ്കിൽ ലോകം ആഘോഷിക്കുകയാണ്. സഹകരണ മേഖല പുതിയ വെല്ലുവിളികളെ നേരിടാൻ സജ്ജമാക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഉണ്ട്, നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. കേരളത്തിൻ്റെ ജീവനാടിയായിട്ടുള്ള സഹകരണ മേഖല അത് കൂടുതൽ ശക്തമാക്കി എടുക്കേണ്ടത് നമുക്ക് ഓരോരുത്തരുടെയും ആവശ്യകതയാണ്, കേരളത്തിൻ്റെ ആവശ്യകതയാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ നിലവിലുള്ള സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് ഇനി ആ സംവിധാനങ്ങൾ മാറേണ്ടത്, പുതിയ കാല വെല്ലുവിളികൾ നമുക്ക് എങ്ങനെ ഒന്നിച്ച് നേരിടാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ചൊക്കെയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ പരിപാടി നമുക്കറിയാം 1 മണിക്കൂറേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ സ്പീക്കർക്കും 10 മിനിറ്റാണ് നമ്മൾ അലോട്ട് ചെയ്തിട്ടുള്ളത്. എല്ലാവരും 10 മിനിറ്റിനുള്ളിൽ നിന്നുകൊണ്ട് ഈ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കണം. 10 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇവിടുന്ന് ഒരു ഇൻഡിക്കേഷൻ തരും. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് നിർത്തേണ്ടതാണ്. കാര്യങ്ങൾ വളരെ കൃത്യതയോടു കൂടി അവതരിപ്പിച്ചുകൊണ്ട് ഇന്ന് നടക്കുന്ന ഡെലിബറേഷൻസ് അത് ശരിക്കും ഒരു സൂചകമായി മാറാൻ സാധ്യതയുണ്ട്. നമ്മൾ ഏപ്രിൽ 21 മുതൽ 30 വരെ നീണ്ടു നിൽക്കുന്ന കനകുന്ന് കൊട്ടാരത്തിൽ വെച്ച് നടക്കുന്ന കോപ്പറേറ്റീവ് എക്സ്പോയുടെ ഭാഗമായി നമ്മൾ 9 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന സെമിനാറുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. ആ സെമിനാറുകൾക്ക് നമ്മൾ നിരവധി ടോപ്പിക്കുകൾ ഇപ്പോൾ മനസ്സിൽ കണ്ടിട്ടുണ്ട്. ആ വിഷയങ്ങളെ സംബന്ധിച്ചും ഒരുപക്ഷെ ആ വിഷയങ്ങൾക്കൊണ്ട് സൂചികയായി ഇന്ന് നടക്കുന്ന ഡിസ്കഷൻസിനെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സഹകരണ മേഖലയ്ക്ക് നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഇപ്പം നിരന്തരം പത്രങ്ങളിൽ വരുന്നു. പലതും ചിലതൊക്കെ സത്യമാണ്, പക്ഷേ കൂടുതലും ഊതിപ്പെരിപ്പിച്ച വാർത്തകളാണ് സഹകരണ മേഖലയെ സംബന്ധിച്ച് നമ്മുടെ കേരളത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഹകരണ മേഖലയെ ശക്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടും പ്രവർത്തനങ്ങളും ആണ് സഹകരണ പ്രസ്ഥാനത്തിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഓരോ സ്റ്റേക്ക് ഹോൾഡർക്കും ഉണ്ടാകേണ്ടത് എന്നൊരു അഭ്യർത്ഥന കൂടി മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ആദ്യത്തെ സ്പീക്കറായി മിസ്റ്റർ രാജേന്ദ്രകുമാർ, അദ്ദേഹം നിരവധി വർഷങ്ങളായി സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനായി ക്ഷണിക്കുകയാണ്. മിസ്റ്റർ രാജേന്ദ്രകുമാർ. റെസ്പെക്റ്റഡ് ഡയസ്, വേദിയിലുള്ള ഗുരുജനങ്ങളെ, ബഹുമാന്യരെ, സഹോദരി സഹോദരങ്ങളെ, നമ്മളിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന സബ്ജക്റ്റ് പ്രൊഫഷണലിസം സഹകരണ മേഖലയിൽ എന്നുള്ള ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ ഈ സബ്ജക്റ്റിനകത്ത് വിവിധങ്ങളായിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓരോ റോളും റെസ്പോൺസിബിലിറ്റിയും ചെയ്തു വരേണ്ട ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഈ ഡിസ്കഷൻ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. നമുക്കറിയാം, ഫസ്റ്റ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ വിഷൻ എന്തായിരിക്കണം കോപ്പറേറ്റീവ് സെക്ടർ എന്നുള്ളത്. ഗവൺമെൻറ്റിൻ്റെ വിഷൻ അത് കോപ്പറേറ്റീവ് സെക്ടറിൻ്റെ വിഷനകത്ത് നിന്നുകൊണ്ട്, മിഷനകത്ത് നിന്നുകൊണ്ട്, വാല്യൂസിനകത്ത് നിന്നുകൊണ്ട് ഒരു സ്റ്റേക്ക് ഹോൾഡറായിട്ട് നമ്മുടെ ഗവൺമെൻറ് വരുന്നു. രണ്ടാമത്തെ സ്റ്റേക്ക് ഹോൾഡറായിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റും ഉദ്യോഗസ്ഥരും വരുന്നു. ആ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും പ്രൊഫഷണലിസം എന്നുള്ളത് രണ്ടാമത്തെ സ്റ്റേക്ക് ഹോൾഡിംഗ് ആണ്. മൂന്നാമതായിട്ട് വരുന്നത് നാച്ചുറലി നമ്മുടെ സഹകരണ സംഘങ്ങളുടെ ഡയറക്ടർ ബോർഡ് ആണ് അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ട് വരുന്നത്, ഇതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞാൽ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് സ്വാഭാവികമായിട്ടും എന്തായാലും ഗവൺമെൻറ്റിൻ്റെ വിഷൻ എന്തായാലും
അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വിഷൻ എന്തായാലും അത് ഡൗൺ ദ ലൈൻ എക്സിക്യൂട്ട് ചെയ്ത് നമ്മുടെ എൻഡ് യൂസറായിട്ടുള്ള നമ്മുടെ കസ്റ്റമർക്ക്, നമ്മുടെ കൺസ്യൂമർക്ക്, നമ്മുടെ സഹകാരിക്ക് അനുഭവങ്ങൾ കൊടുക്കുന്ന, നല്ല എക്സ്പീരിയൻസ് കൊടുക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് നമ്മുടെ എംപ്ലോയീസാണ്. അത് ഒരു സ്റ്റേക്ക് ഹോൾഡിംഗ് ഇതായിട്ട് നമ്മുടെ എംപ്ലോയീസ് വരും. അത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മാറ്റത്തിന് വിധേയപ്പെടേണ്ടത് പ്രൊഫഷണൽ അപ്രോച്ച് തിരിച്ചും സഹകരണ സംഘങ്ങളോട് കാണിക്കേണ്ടത്, സഹകരണ സംഘങ്ങളുടെ നിലനിൽപ്പിനായിട്ട് സംഘങ്ങളോടുള്ള അപ്രോച്ചിൽ മാറ്റം വരുത്തേണ്ടത് നമ്മുടെ വിലമതിക്കാനാവാത്ത നമ്മുടെ കസ്റ്റമേഴ്സാണ്. അവരും സ്വാഭാവികമായിട്ട് ആ ഒരു മാറ്റത്തിലേക്ക് വരണം. അപ്പോൾ അങ്ങനെ വന്നാൽ മാത്രമേ നമുക്ക് ആകെ മൊത്തം ഒരു പ്രൊഫഷണൽ അപ്രോച്ച് ഈ രംഗത്തേക്ക് കൊണ്ടുവരാൻ പറ്റൂ എന്നുള്ളതാണ് ആമുഖമായിട്ട് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇതിനകത്ത് എനിക്ക് തന്നിരിക്കുന്ന സബ്ജക്റ്റ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെയും നമ്മുടെ എംപ്ലോയീസിൻ്റെയും പ്രൊഫഷണലിസം എങ്ങനെ ആയിരിക്കണം, നിലവിലുള്ള സ്ഥിതി എന്താണ്, എങ്ങനെയായിരിക്കണം ഇതിനകത്ത് മാറ്റങ്ങൾ വരേണ്ടത് എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു സഹകരണ സംഘം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പറഞ്ഞു പോകാൻ പറ്റുന്നൊരു സബ്ജക്റ്റ് അല്ല. ഇന്ത്യയിലാണെങ്കിൽ ഏകദേശം 8 ലക്ഷത്തോളം, ഞാൻ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഡേറ്റയിലേക്ക് പോകുന്നില്ല, 8 ലക്ഷത്തോളം സംഘങ്ങളുണ്ട്. 29 കോടി ജനങ്ങൾ അതിനകത്ത് മെമ്പേഴ്സാണ്. ഏകദേശം 1.5 കോടി ജനങ്ങൾ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും അതിനകത്ത് എംപ്ലോയ്മെൻ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയും വാസ്റ്റായിട്ടുള്ള, അത്രയും ലാർജായിട്ടുള്ള ഒരു സ്പെസിഫിക് ഏരിയ മാത്രമായിട്ട് നമുക്ക് നിർത്താൻ പറ്റാത്ത ഒരു ഏരിയയാണ് സഹകരണ സംഘം. അതുകൊണ്ട് തന്നെ പ്രൊഫഷണലിസം കൊണ്ടുവരുമ്പോൾ ഇതെല്ലാം കാറ്റഗറൈസ് ചെയ്ത്, ഓരോ തരത്തിലും കാറ്റഗറൈസ് ചെയ്ത്, ഏത് കാറ്റഗറിയിൽ ഏത് തരത്തിലുള്ള അപ്രോച്ച് ആയിരിക്കണം എന്ന് ഡിഫൈൻ ചെയ്തുകൊണ്ട് മാത്രമേ നമുക്കിതിനെ സമീപിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഞാൻ നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഡയറക്ടർ ബോർഡിൽ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പാനൽ വയ്ക്കുന്നു, ആ പാനൽ ജയിച്ചു വരുന്നു, ആ പാനലിനകത്ത് കുറച്ച് പേര് ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സായിട്ട് വരുന്നു. അവരെ സംബന്ധിച്ച് അവർ കൃത്യമായിട്ടും ചില കാര്യങ്ങളിൽ ഇടപെടും. അവരെല്ലാവരും നന്നായിട്ട് ജോലി ചെയ്യുന്നവർ തന്നെയാണ്, അവരുടെ കഴിവിനനുസരിച്ച് ജോലി ചെയ്യുന്നവർ തന്നെയാണ്. അപ്പോൾ നിലവിലെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെൻഡിങ്, ഇപ്പോൾ കാർഷിക ബാങ്കാണെങ്കിലും ശരി, മറ്റ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണെങ്കിലും ശരി, മറ്റ് കൺസ്യൂമർ ഇതാണെങ്കിലും ശരി, അവരുടെ റോള് സാധാരണ രീതിയിൽ ലിമിറ്റഡ് ആകുന്നത്, അവർ ലെൻഡിങ്ങിൽ ഇൻവോൾവ് ആവും, അവർ ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നതിനകത്ത് ഇൻവോൾവ് ആവും, അവർ ഔട്ട്സ്റ്റാൻഡിങ് കളക്ഷനകത്ത് ഇൻവോൾവ് ആവും, അവർ കൺസ്യൂമർ സെയിൽസിനകത്ത്, ഇപ്പോൾ നീതി സ്റ്റോർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൺസ്യൂമർ സ്റ്റോഴ്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും സർവീസുകൾ ഉണ്ടെങ്കിൽ അതിനകത്ത് അവർ ഇൻവോൾവ് ആവും. ഈ കാര്യങ്ങളെല്ലാം അവർ ഇൻവോൾവ് ആവും. അപ്പോൾ അതിൽ ലിമിറ്റഡായി പോകുന്ന ഒരു പ്രകൃതം, അത് മനഃപൂർവ്വമല്ല, നമ്മുടെ സാഹചര്യങ്ങൾ, സോഷ്യൽ സ്റ്റാറ്റസ് അങ്ങനെ ആയതുകൊണ്ടാണ്. നമുക്കറിയാം, ഒരുപാട് ഫാക്ടേഴ്സാണ് ഒരു ഡയറക്ടർ ബോർഡിനെ തിരഞ്ഞെടുക്കാനായിട്ട് ഉള്ളത്. അപ്പോൾ ആ ഡയറക്ടർ ബോർഡിൽ എല്ലാവരും കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ സഹകരണ സംഘത്തിൻ്റെ, സഹകരണ പ്രസ്ഥാനത്തിൻ്റെ വിഷനും മിഷനും വാല്യൂസും കറക്റ്റായിട്ട് അറിയാവുന്ന ആൾക്കാർ തന്നെ എത്തിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണ്ടത് യഥാർത്ഥത്തിൽ ഈ കോപ്പറേറ്റീവ് സെക്ടർ എന്ന് പറയുന്ന അതിൻ്റെ വാല്യൂസും അതിൻ്റെ വിഷനും മിഷനും കൃത്യമായിട്ട് അറിയാവുന്ന ആൾക്കാർ ആ ബോർഡിലേക്ക് വരിക എന്നുള്ളതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ള പ്രൊഫഷണൽ അപ്രോച്ചിലൊരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഒരു ഇതിനകത്ത് ഏറ്റവും ഗുണകരമായിട്ടുള്ളൊരു സംഗതി. രണ്ടാമത്തെ സംഗതി, rather than going along with ഡേ ടു ഡേ ഓപ്പറേഷൻസ് മാത്രം ചെയ്യാതെ, അതിനകത്ത് ഒരു ബാങ്കിൻ്റെ ധനസ്ഥിതി, ബാങ്കിൻ്റെ ലിക്വിഡിറ്റി എന്താണ്, ബാങ്കിൻ്റെ ധനസ്ഥിതി എന്താണ്, ബാങ്കിൻ്റെ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ എന്താണ്, ബാങ്കിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് എത്രയാണ്, ബാങ്കിൻ്റെ ഡെലിക്വൻസി റേഷ്യോ എത്രയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി അവലോകനം ചെയ്യാൻ പ്രാപ്തമാകുന്ന രീതിയിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മാറിയാൽ ആ ഡയറക്ടർ ബോർഡിൽ ഒരു പ്രൊഫഷണലിസം വരും എന്നുള്ളതിനകത്ത് യാതൊരു തർക്കവുമില്ല. മൂന്നാമതായിട്ടുള്ളത്, സ്വാഭാവികമായിട്ടും എംപ്ലോയീസിൻ്റെ മാനേജ്മെൻറ്റ്. ഇപ്പോൾ നമ്മുടെ എത്ര സംഘങ്ങൾക്ക് ഒരു HR പോളിസി ഉണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ റിയാലിറ്റി എന്ന് പറയുന്നത് അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള ഒരു HR പോളിസി ഉള്ള സംഘങ്ങൾ കുറവാണ്. അപ്പോൾ എല്ലാ എംപ്ലോയീസിൻ്റെയും റോളും റെസ്പോൺസിബിലിറ്റിയും ഡിഫൈൻ ചെയ്ത്, അവരെ മന്ത്ലി അപ്രൈസൽ എടുത്ത്, അവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്ത്, അതിനകത്ത് ഡിസൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൃത്യമായിട്ടുള്ള അപ്രിസിയേഷൻസ് കൊടുത്ത്, മോട്ടിവേറ്റ് ചെയ്ത് നല്ല ഒരു മാനേജ്മെൻ്റായിട്ട് മാറാൻ നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് കഴിയണം എന്നുള്ളതാണ് പ്രൊഫഷണൽ അപ്രോച്ചിനകത്ത് മറ്റൊരു കാര്യം. മറ്റൊരു സംഗതി, പ്രൊഫഷണൽ അപ്രോച്ചിനകത്ത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ കമ്മിറ്റ്മെൻറ്റാണ്. അവരുടെ കമ്മിറ്റ്മെൻറ്റ് എത്രത്തോളം അവർ കമ്മിറ്റഡ് ആണ്. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നൊരു പ്രശ്നമെന്ന് പറയുന്നത്,
മിക്കവാറും എല്ലാ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും ഒരു എംപവേർഡ് ആയിട്ടുള്ള, അതായത് അവർക്ക് അധികാരങ്ങൾ കൊടുക്കുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിട്ട് മാറാറില്ല. പകരം പ്രസിഡൻറ്റിലോ അല്ലെങ്കിൽ വൈസ് പ്രസിഡൻറ്റിലോ അധികാരം കേന്ദ്രീകരിക്കുന്ന രീതിയാണ് ഇന്ന് അവലംബിച്ചു പോകുന്നത്. പക്ഷേ മറ്റു ഏത് മേഖല എടുത്തു കഴിഞ്ഞാലും ഡീസെൻട്രലൈസേഷൻ എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ട് നടക്കുമ്പോൾ നമ്മുടെ ബോർഡിനകത്ത് നടക്കുന്നത് സെൻട്രലൈസേഷനാണ്. പ്രസിഡൻറ്റിലേക്ക് അധികാരങ്ങൾ കേന്ദ്രീകരിക്കുന്നു. അപ്പോൾ അത് ഡെലിഗേറ്റ് ചെയ്ത് മറ്റ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനും ഡെലിഗേറ്റ് ചെയ്ത് അവരെ കൊണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ നാച്ചുറലി നമുക്കതിനകത്ത് നല്ല റിസൾട്ട് കിട്ടും എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. മറ്റൊന്ന്, അവരെ റെക്കഗ്നൈസ് ചെയ്യുന്നത്, ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത് അവരിടുന്ന എഫേർട്ടിനുള്ള റെമ്യൂണറേഷൻ എന്ന് പറയാൻ പറ്റത്തില്ല. ഓണറേറിയം ആണെങ്കിൽ പോലും അല്ലെങ്കിൽ മറ്റ് അലവൻസുകളാണെങ്കിൽ പോലും അതെല്ലാം വളരെ തുച്ഛമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ആ കമ്മിറ്റ്മെൻറ്റിനോട് എത്രത്തോളം, സ്വാഭാവികമായിട്ടും നമ്മൾ മനുഷ്യരല്ലേ, മനുഷ്യരാകുമ്പോൾ നമ്മുടെ ടൈം, ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ടൈമാണ്. ടൈം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തിരിച്ച് ആ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ടുള്ള ബെനിഫിറ്റ്സ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരു റെക്കഗ്നിഷനെങ്കിലും അവർക്ക് കിട്ടേണ്ടതും അതിന് പ്രൊഫഷണൽ അപ്രോച്ച് നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അടുത്തേക്ക് വരാനായിട്ട് ഉള്ള ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നു. ഇതാണ് എനിക്ക് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. മറ്റൊന്ന്, എംപ്ലോയീസ് സ്വാഭാവികമായിട്ടും നമ്മുടെ, ഇപ്പോൾ എൻ്റെ ബാങ്കിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂ ജനറേഷൻ സ്റ്റാഫ് പാറ്റേൺ ഉള്ള, അതായത് വളരെ കുറച്ച് പേര് മാത്രമേ 50 വയസ്സിന് മുകളിലുള്ള സ്റ്റാഫുകളുള്ളൂ, എംപ്ലോയീസ് ഉള്ളൂ. ബാക്കി എല്ലാവരും 50 വയസ്സിന് താഴെയുള്ളവരാണ്. അവരെല്ലാവരും തന്നെ നന്നായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. ബാങ്കിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോഫിറ്റബിലിറ്റിക്കുള്ള റീസണും അത് തന്നെയാണ്, കമ്മിറ്റഡ് ആയിട്ടുള്ള ടീം തന്നെയാണ്. പക്ഷേ ലാർജ് ആസ്പെക്ട്സിൽ നമ്മൾ നോക്കുമ്പോൾ എംപ്ലോയീസിൻ്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്, പലരും ബ്യൂറോക്രാറ്റിക് അപ്രോച്ചാണ് നമ്മുടെ സഹകാരികളോട് എടുക്കുന്നത്. അതിൽ ഏറ്റവും വലിയ ഒരു വിഷയമെന്ന് പറയുന്നത്, സമൂഹത്തിൽ സൈഡ് ലൈൻ ചെയ്ത, പാർശ്വവൽക്കരിക്കപ്പെട്ട, അല്ലെങ്കിൽ റീപേയ്മെൻറ്റ് കപ്പാസിറ്റി ഇല്ലാത്ത, അല്ലെങ്കിൽ സിബിൽ സ്കോർ ഇല്ലാത്ത ഒരു കൺസ്യൂമറെ നമ്മൾ ഒരു ലോൺ കൊടുക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടി പ്ലഡ്ജ് ചെയ്തിട്ടാണെങ്കിൽ പോലും ലോൺ കൊടുക്കുമ്പോൾ അദ്ദേഹത്തിനോടുള്ള അപ്രോച്ച്, ആ സഹകാരിയോടുള്ള ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് ഒരു ഭാവത്തോടു കൂടിയുള്ള അപ്രോച്ചാണ് പലപ്പോഴും നമ്മുടെ എംപ്ലോയീസ് കാണിക്കുന്നത്. അവിടെ ഒരു ഡിപ്ലോമസിയോ അല്ലെങ്കിൽ ഒരു എംപത്തറ്റിക് ആയിട്ടുള്ള അപ്രോച്ചോ നമ്മുടെ മേഖലയിൽ വരുന്നില്ല. അതുകൊണ്ട് സംഭവിക്കുന്നത്, യഥാർത്ഥത്തിൽ റീപേയിങ് കപ്പാസിറ്റിയുള്ള, അതല്ലെങ്കിൽ നല്ല സിബിൽ സ്കോറുള്ള കസ്റ്റമേഴ്സ് ഒന്നും നമ്മുടെ അടുത്തേക്ക് വരത്തില്ല. കാരണം നമ്മുടെ എക്സ്പീരിയൻസ് അതാണ്, നമ്മളടുത്തു നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസ് അതാണ്. നമ്മുടെ കസ്റ്റമർ സെൻട്രിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് നമ്മുടെ എംപ്ലോയീസിന് വേണം. കസ്റ്റമറെ ഡിലൈറ്റഡ്, ഇന്ന് സാറ്റിസ്ഫാക്ഷൻ അല്ല, സാറ്റിസ്ഫാക്ഷൻ്റെ ലെവൽ കഴിഞ്ഞു. ഇന്ന് കസ്റ്റമർ ഡിലൈറ്റഡ് ആയിട്ടുള്ള ഒരു മേഖലയിലേക്കാണ് എല്ലാവരും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കസ്റ്റമർ ഈസ് ഓൾവേസ് കിങ്, കസ്റ്റമർ ഈസ് ഓൾവേസ് റൈറ്റ് എന്നുള്ളൊരു അപ്രോച്ചിലേക്കാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ കസ്റ്റമറെ ശരിയായ രീതിയിൽ എഡ്യൂക്കേറ്റ് ചെയ്യാൻ മാത്രമേ നമുക്ക് അധികാരമുള്ളൂ, ആർഗ്യൂ ചെയ്യാൻ നമുക്ക് അധികാരമില്ല. പക്ഷേ നമ്മുടെ പല എംപ്ലോയീസും കസ്റ്റമേഴ്സുമായിട്ട് ആർഗ്യൂ ചെയ്യാറുണ്ട്, അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ. അപ്പോൾ കസ്റ്റമർ സെൻട്രിക് ആയിട്ടുള്ള അപ്രോച്ച്, കസ്റ്റമർ ഡിലൈറ്റഡ് ആയിട്ടുള്ള അപ്രോച്ച് ഒന്ന് വേണം. 2, നമ്മൾ പ്രോ ആക്റ്റീവായിട്ടുള്ള ആക്ഷൻസ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് പിരിക്കുന്നു, നമ്മൾ ഡ്യൂ പിരിക്കുന്നു, അല്ലെങ്കിൽ ഓവർ ഡ്യൂ പിരിക്കുന്നു. നമ്മൾ എന്താ ചെയ്യുന്നത്? 3 മാസം കഴിയുമ്പോൾ ഒരു നോട്ടീസ് അയക്കുന്നു. അത് കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു? ഒരു ഹോം വിസിറ്റ് നടത്തുന്നു. അത് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? വീണ്ടും ഒന്ന് ഫോളോ അപ്പ് ചെയ്യുന്നു. സോ ടെക്നോളജിയുടെ സഹായത്തോടെ, ടെക്നോളജി മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഇതെല്ലാം തന്നെ ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ചായിട്ട് നമ്മൾ റെഗുലർ അപ്രോച്ചായിട്ട് മാറിയില്ലെങ്കിൽ നമുക്ക് സർവൈവല്, നമ്മൾ എത്ര സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആകുമ്പോൾ, അല്ലെങ്കിൽ ഒരു കൺസ്യൂമർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ പോലും അതിൻ്റെ സർവൈവൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ സർവൈവലിന് വേണ്ടിയിട്ട് നമ്മുടെ ഡെലിക്വൻസി റേഷ്യോ കുറച്ചേ പറ്റുള്ളൂ. അപ്പോൾ ആ രീതിയിൽ കൃത്യമായിട്ട് ഡേ ടു ഡേ കാര്യങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുന്ന ഒരു പെർഫോമൻസ് ഇവാലുവേഷൻ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, നമ്മുടെ റിവ്യൂ മെക്കാനിസം, വീക്ക്ലി റിവ്യൂ, മന്ത്ലി റിവ്യൂ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ എംപ്ലോയീസിൻ്റെ ഇടയിൽ കൊണ്ടുവരേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. മറ്റൊന്ന് സോഫ്റ്റ് സ്കില്ല്. ഞാൻ ഓൾറെഡി പറഞ്ഞു, സോഫ്റ്റ് സ്കില്ല് പലർക്കും, കാരണം അതിനകത്ത് ചലഞ്ചസ് ഉണ്ട്. ചലഞ്ചസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ, ഇപ്പോൾ ഒരു അണ്ടൂർക്കോണം ഗ്രാമപഞ്ചായത്തിനകത്താണ് എൻ്റെ ബാങ്കിൻ്റെ ഓപ്പറേഷൻസ് ഏരിയയെങ്കിൽ അവിടെ നിന്ന് വരുന്ന എംപ്ലോയീസ് സ്വാഭാവികമായിട്ടും കൂടുതലും ആ മേഖലയിൽ നിന്നായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന എംപ്ലോയീസിന് സോഫ്റ്റ് സ്കില്ലും കാര്യങ്ങളും ഡെവലപ്പ് ചെയ്ത് അവരെ കോമ്പിറ്റൻ്റായിട്ട് റീറ്റെയിൻ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനും അതേമാതിരി നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിനും ജീവനക്കാർക്കും ഉണ്ട്. അപ്പോൾ ജീവനക്കാരും അതിനനുസരിച്ച് മാറാൻ തയ്യാറാകണം. അങ്ങനെ ഒരു പ്രൊഫഷണൽ അപ്രോച്ച്.
ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത് ഒന്ന് ഓണസ്റ്റി, ഒന്ന് ട്രാൻസ്പെറൻസി, രണ്ട് എത്തിക്സ്, മൂന്ന് എറ്റിക്കേറ്റ്സ്. നമ്മളെ പല ആൾക്കാർക്കും അറിഞ്ഞൂടാത്ത പദപ്രയോഗമാണ് എറ്റിക്കേറ്റ്സ്, അല്ലെങ്കിൽ മര്യാദകൾ പാലിക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ സ്റ്റാഫിൻ്റെ ഇടയിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൊല്യൂഷൻ ഒന്ന് പ്രോപ്പർ എഡ്യൂക്കേഷൻ, രണ്ട് റെഗുലർ ട്രെയിനിങ്, മൂന്ന് നല്ല രീതിയിലുള്ള സെൽഫ് അപ്രൈസൽസ്, നല്ല രീതിയിലുള്ള പെർഫോമൻസ് ഇവാലുവേഷൻ, അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ സൊല്യൂഷൻ. ചാലഞ്ചസ് എന്താണ്? ഇതിനെല്ലാം ഈ രണ്ട് കാര്യങ്ങളിലും ഉള്ള ചാലഞ്ചസ് എന്താണ്? ചാലഞ്ചസ് എന്ന് പറയുമ്പോൾ ഒന്ന് ലാക്ക് ഓഫ് റൈറ്റ് മാൻ പവർ. നമുക്ക് മാൻ പവർ ഉണ്ട്, അവൈലബിൾ ആണ്, പക്ഷേ ചില റെസ്ട്രിക്ഷൻസ് കാരണം നമുക്ക് കറക്റ്റ് മാൻ പവർ നമ്മുടെ സിസ്റ്റത്തിനകത്തേക്ക്, ചിലപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സായിട്ട് വരുന്നവർ അത്ര കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കത്തില്ല, ജോലിക്ക് വരുന്ന ആൾക്കാർ അത്ര കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ആൾക്കാരത്തില്ല. അപ്പോൾ അതൊരു ചലഞ്ചാണ്. രണ്ട്, അഡാപ്റ്റബിലിറ്റി, പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള മനസ്സ് അവർക്കുണ്ടാവണം, അതൊരു ചലഞ്ചാണ്. അപ്പോൾ ആ മനസ്സില്ലെങ്കിൽ, അതായത് സെൽഫ് റിഫൈൻമെൻറ്റ്, എനിക്ക് മാറണം എന്ന് സ്വയം തോന്നാതെ, എനിക്ക് പഠിക്കണം എന്ന് സ്വയം തോന്നാതെ, എനിക്ക് പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കണം, അല്ലെങ്കിൽ പുതിയ തലമുറ പറയുന്ന പല കാര്യങ്ങളും ശരിയാണെന്ന് സീനിയർ മാനേജ്മെൻറ്റിനകത്തിരിക്കുന്ന ആൾക്കാർ പോലും പഠിച്ചെടുക്കാതെ ഒരു സെൽഫ് റിഫൈൻമെൻറ്റിലേക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് ചലഞ്ചിങ് ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണെങ്കിലും ശരി, എംപ്ലോയീസ് ആണെങ്കിലും ശരി, പ്രൊഫഷണൽ അപ്രോച്ച് എന്ന് പറയുന്നത് എൻഡ് യൂസറായിട്ടുള്ള നമ്മുടെ കസ്റ്റമർക്ക് കിട്ടണം. അതിലൂടെ റിപ്പീറ്റഡ് ബിസിനസ്, റെഫറൻസ് ബിസിനസ്, കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഡിലൈറ്റഡ് ആയിട്ടുള്ള കസ്റ്റമർ എന്നുള്ളൊരു അപ്രോച്ചിലേക്ക് നമ്മൾ മാറണം. ഇതിന് ഈ വെർട്ടിക്കലിലുള്ള നമ്മുടെ പില്ലേഴ്സ് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു: ഗവൺമെൻറ്, ഡിപ്പാർട്ട്മെൻറ്റ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, എംപ്ലോയീസ് ആൻഡ് കസ്റ്റമേഴ്സ്. ഇത്രയും പില്ലേഴ്സ് സ്ട്രോങ് ആയിട്ട് ഒരു മാറ്റത്തിന് വിധേയപ്പെടുന്ന രീതിയിൽ നമ്മുടെ ലിമിറ്റേഷൻസിനകത്ത് നിന്നുകൊണ്ട്, ഞാൻ ഇപ്പോഴും പറയുന്നു 8 ലക്ഷത്തിലധികം സംഘങ്ങളുണ്ട്. അപ്പോൾ എല്ലായിടത്തും നമുക്ക് നാടൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കമുകിനും തെങ്ങിനും ഒരേ ത്ലാപ്പ് കെട്ടാൻ പറ്റത്തില്ല. എവിടെയാണോ എങ്ങനെയാണോ എന്നുള്ളത് വളരെ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിനകത്തൊരു ഇടപെടലാണ് നമ്മുടെ ഈ ഒരു ആവശ്യകത. അങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ഇന്ന് മാർക്കറ്റിൽ നിലനിൽക്കുന്ന അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻസ്, പല സ്പെക്കുലേഷൻസ്, ഇതെല്ലാം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഈ സ്പെക്കുലേഷൻസ് എന്തിൻ്റെ ബേസിലാണ്? ട്രാൻസ്പെറൻസി ഇല്ലാത്തത് കൊണ്ടാണ്. ഇപ്പോൾ എൻ്റെ ബാങ്കിൽ കോർ ബാങ്കിങ് സിസ്റ്റം ഉള്ള ഒരു ബാങ്കാണ്. അപ്പോൾ ഒരു സിംഗിൾ ക്ലിക്കിൽ ഒരു അക്കൗണ്ടിൽ എന്ത് ട്രാൻസാക്ഷൻ നടക്കുന്നു എന്നുള്ളത് ഏത് യൂണിയനിൽപ്പെട്ട സ്റ്റാഫാണെങ്കിലും അവർക്കറിയാൻ പറ്റും. സോ അൺലെസ് ആൻഡ് അണ്ടിൽ മാനേജ്മെൻറ്റിന് ഒരു ഹിഡൻ അജണ്ട ഇല്ലാത്തിടത്തോളം കാലം സിസ്റ്റവും പ്രോസസ്സും SOPയും സെറ്റ് ചെയ്ത്, റിവ്യൂ മെക്കാനിസവും സെറ്റ് ചെയ്ത്, കൃത്യമായിട്ട് നമ്മുടെ ടെക്നോളജിയും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രൊഫഷണലിസം കൊണ്ടുവരാൻ പറ്റും. അതിന് ഒറ്റ മനസ്സോടുകൂടി നമുക്ക് മുമ്പോട്ട് പോകാം. അതിന് ഗവൺമെൻറ്റും ഡിപ്പാർട്ട്മെൻറ്റും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും എംപ്ലോയീസും എസ്പെഷ്യലി നമ്മുടെ കസ്റ്റമേഴ്സും തയ്യാറാകണം എന്ന് മാത്രം റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. എങ്ങനെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും എംപ്ലോയീസും പുതിയ കാല വെല്ലുവിളികളെ നേരിടുന്നതിനാണ്ട് സ്വയം മാറേണ്ടതുണ്ട് എന്നുള്ളതിനെക്കുറിച്ചാണ് ശ്രീ രാജേന്ദ്രകുമാർ വളരെ നന്നായി രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് എനിക്ക് ഏറ്റവും ആകർഷകമായി തോന്നിയിട്ടുള്ളത്. അതിൻ്റെ ഡയറക്ടേഴ്സിൻ്റെ ഒരു പെർഫോമൻസ് ഇവാലുവേഷൻ വളരെ അത്യാവശ്യമാണ്. രണ്ടാമത് എനിക്ക് ഏറ്റവും ആകർഷകമായിട്ടുള്ള കസ്റ്റമർ സെൻട്രിക് ആയിട്ടുള്ള അപ്രോച്ച് നമ്മുടെ എംപ്ലോയീസ് ഏറ്റെടുത്ത് നടപ്പിലാക്കണം എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞ വാലിഡ് ആയിട്ടുള്ള പോയിൻറ്റ്സ് എല്ലാം നമ്മുടെ റാപ്പോർട്ടിയേഴ്സ് അത് നോട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ഫൈനൽ ഡോക്യുമെൻറ്റിൽ ഇതെല്ലാം റിഫ്ലക്റ്റ് ചെയ്യേണ്ടത്. ഞാനും കുറച്ച് പോയിൻറ്റ്സ് എഴുതിയിട്ടുണ്ട്, അത് നമുക്ക് അവസാനം ഡിസ്കസ് ചെയ്യാം. എപ്പോഴും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും എംപ്ലോയീസും മാത്രം ഈ 4 സ്റ്റേക്ക് ഹോൾഡർ സംവിധാനത്തിൽ മുന്നേറിയാൽ പോരാ. മറിച്ച് എന്താണോ കാലഘട്ടം ഡിമാൻഡ് ചെയ്യുന്നതനുസരിച്ചിട്ട് ബന്ധപ്പെട്ട സർക്കാരുകൾ അല്ലെങ്കിൽ സർക്കാരിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ അവരുടെ അപ്രോച്ചിലും അതുപോലെ തന്നെ നിയമങ്ങളിൽ ഉൾപ്പെടെ ഏകതരത്തിലുള്ള മാറ്റങ്ങളാണ് കാലഘട്ടം ആവശ്യപ്പെടുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതിന് നമ്മോടൊപ്പമുള്ളത് രജിസ്ട്രാർ ഡോക്ടർ രഞ്ജിത്ത് കുമാറാണ്. അദ്ദേഹത്തെ മൈക്ക് ഏൽപ്പിക്കുകയാണ്. താങ്ക് യു. വേദിയിലിരിക്കുന്ന എൻ്റെ സുഹൃത്തും ഞങ്ങൾ രണ്ടുപേരും ഒരേ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 2 സമയങ്ങളിൽ പഠിച്ചിറങ്ങിയ ആൾക്കാരാണ്. ഡോക്ടർ സജിത് ബാബു IAS ഇപ്പോൾ രജിസ്ട്രാറിൻ്റെ ചുമതല വഹിക്കുന്നു. ഞാനിപ്പോൾ കാർഷിക സർവകലാശാല രജിസ്ട്രാറിൻ്റെ ചുമതല വഹിക്കുന്നു. അപ്പോൾ അതൊരു സന്തോഷമുള്ള കാര്യമാണ്. അതർ പാനൽ മെമ്പേഴ്സ്, ഈ വേദിയിലുള്ള
കാണുമ്പോൾ വളരെ യങ് ജനറേഷനാണ് കാണുന്നത്. അത് തന്നെ ഒരു സന്തോഷമാണ്. കോപ്പറേറ്റീവ്സ് ഉണ്ടാകാം, സ്റ്റുഡൻസ് ഉണ്ടാകാം, വെൽവിഷേഴ്സ് ഓഫ് കോപ്പറേറ്റീവ്സ് ഉണ്ടാകാം. ഇവർക്ക് എല്ലാവർക്കും മുമ്പിൽ എനിക്കും ഈ പറയാനുള്ള കുറേ കാര്യങ്ങൾ രാജേന്ദ്ര സാറ് പറഞ്ഞു കഴിഞ്ഞു. അതിൽ തന്നെ ഈ ഒരു രാജേന്ദ്ര സാർക്ക് ഫസ്റ്റ് ഇത് സംസാരിക്കാൻ അവസരം കൊടുത്തത് തന്നെ ഒരു പ്രൊഫഷണൽ അപ്രോച്ചാണ് രജിസ്ട്രാറിൻ്റെ. കാരണം ഒരു സഹകരണ സംഘത്തിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ, ഒരു മെമ്പർ എന്ന നിലയിൽ ഒരു പ്രസിഡൻറ്റിന് ആദ്യം അവസരം കൊടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതൊരു പ്രൊഫഷണലിസമാണ്. അപ്പോൾ അതായിരുന്നു നമ്മുടെ ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെയുള്ള രജിസ്ട്രാറുടെ അപ്രോച്ച് നമ്മൾ തീർച്ചയായിട്ടും അഭിനന്ദിക്കേണ്ടതാണ്. ഇന്ത്യയിലെ സ്ഥിതിവിശേഷം നോക്കുവാണെങ്കിൽ ശരിക്കും സഹകരണ മേഖല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചൂഷണത്തിനെതിരായിട്ടുള്ള ഒരു അൺഓർഗനൈസ്ഡ് സെക്ടറിൻ്റെ ഒരു ഷീൽഡായിട്ടാണ് തുടക്കമിട്ടതെങ്കിലും 1844 ഇംഗ്ലണ്ടിൽ ഇന്ത്യയിലേക്ക് വരുന്നപ്പോൾ അതൊരു സ്പോൺസേർഡ് മൂവ്മെൻറ്റായി മാറി. കാരണം അത് കൊണ്ടുവന്നത് ഗവൺമെൻറ്റാണ്. അത് പലതരം ഈ പറഞ്ഞ നിയമം പാസ്സാക്കുകയും ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സഹകരണ മേഖല ഇന്ത്യയിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും പറയുമ്പോൾ സഹകരണ മേഖല ഇന്ത്യയിൽ ഒട്ടാകെ ഒരു സ്പോൺസേർഡ് മൂവ്മെൻറ്റാണ്. ആ ഒരു സ്പോൺസർഷിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ പല തെറ്റിദ്ധാരണകളും എല്ലാം നമ്മുടെ ജനങ്ങൾക്കിടയിലുണ്ട്, സഹകാരികൾക്കിടയിലുണ്ട്, എംപ്ലോയീസിൻ്റെ ഇടയിലുണ്ട്. ഈ സ്ഥാപനം തന്നെ ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനമാണോ അതോ മെമ്പേഴ്സിൻ്റെ സ്ഥാപനമാണോ എന്നുള്ളൊരു സംശയം തന്നെ ഉണ്ട്. ശരിക്കും പറയുവാണെങ്കിൽ ഈ കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത് ഒരു ഓണർ മെമ്പർ ഐഡൻറ്റിറ്റിയാണ്. ഓണർമാർ തന്നെയാണ് മെമ്പർ, അവർ തന്നെയാണ് യൂസേഴ്സ്. ഓണർ മെമ്പർ യൂസർ ഐഡൻറ്റിറ്റി അത് തീർച്ചയായിട്ടും നമ്മൾ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഒരു സാധാരണ മെമ്പറോട് ചോദിക്കുമ്പോൾ പറയും ഈ സംഘം ആരുടെയാണെന്ന് വെച്ചാൽ ചിലപ്പോൾ പറയും പ്രസിഡൻ്റ് ആണെന്ന് പറയും, ചിലപ്പോൾ പറയും സെക്രട്ടറി ആണെന്ന് പറയും, ചിലപ്പോൾ പറയും ഗവൺമെൻറ്റിനാണെന്ന് പറയും. ഈ ഒരു കൺഫ്യൂഷൻ ഇതെല്ലാം നമ്മൾ മാറ്റിയെടുക്കേണ്ട ഒരു കാലഘട്ടം അതിക്രമിച്ചിരിക്കുകയാണ്. കേരളത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പറയുന്നത് 1969 സഹകരണ നിയമം പാസ്സാക്കുന്നതിന് മുമ്പ് പല പല നിയമങ്ങളും ഉണ്ടായിരുന്നു. ട്രിവാൻഡ്രം മേഖലയിൽ ഒരു നിയമം ഉണ്ടായിരുന്നു, കൊച്ചി മേഖലയിലുണ്ടായിരുന്നു, പിന്നെ തിരുക്കൊച്ചി മേഖലയിലുണ്ടായിരുന്നു, മലബാർ മേഖലയിലുണ്ടായിരുന്നു. ഞാനിതെല്ലാം പറയുന്നത് ഇതിൻ്റെ ഒരു ചെറിയൊരു ആമുഖം എന്ന നിലയിൽ മാത്രമാണ്. ഈ ഗവൺമെൻറ് സ്പോൺസേർഡ് മൂവ്മെൻറ്റിൻ്റെ ആ ഒരു ചട്ടക്കൂടിലേക്ക് വരുമ്പോൾ നമുക്ക് വരുന്നത് സഹകരണ നിയമമുണ്ട്, സഹകരണ ചട്ടങ്ങളുണ്ട്, അതുപോലെ തന്നെ ബൈലോസ് ഉണ്ട്. ഈ സഹകരണ ചട്ടങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ഒരിക്കലും സഹകരണ മേഖലയെ തകർക്കാൻ വേണ്ടിയല്ല, തീർച്ചയായിട്ടും അതിനെ പ്രൊമോട്ട് ചെയ്യാനും പ്രൊട്ടക്റ്റ് ചെയ്യാനും സസ്റ്റൈനബിലിറ്റിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയുമാണ്. ഇപ്പം നമുക്ക് 110ഓളം സെക്ഷൻസ് ഉണ്ട്, 201ഓളം റൂൾസ് ഉണ്ട്. പക്ഷേ ഇതിൽ വ്യത്യാസം വരുന്നത് നമുക്ക് ചിലത് തോന്നാം ഒരു സഹകരണ മേഖലയ്ക്ക് പല നിയമങ്ങളും അത് എതിരായി വരുന്നുണ്ടോ, അതിനെക്കുറിച്ചൊക്കെ ചർച്ച വരാറുണ്ട്. പക്ഷെ അതെല്ലാം വരുന്നത് നമ്മളത് ഏത് കാഴ്ചപ്പാടുകൂടി ആ നിയമത്തിൻ്റെ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. തീർച്ചയായിട്ടും പറയും ഇപ്പം സെക്ഷൻ 32 വളരെയേറെ നൊട്ടോറിയസ് ആയിട്ടൊരു സെക്ഷനാണ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ നമുക്ക് പിരിച്ചുവിടാം. പക്ഷേ അത് ചെയ്യുന്നത് ആ ഇൻട്രസ്റ്റ് ഓഫ് ദി മെമ്പേഴ്സാണ്. ആ ഒരു ബോർഡ് നന്നായിട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ബി എ കൺട്രോൾ മെക്കാനിസം. അത്ര കൊണ്ട് മാത്രമേ ആ സെക്ഷൻ വരുന്നുള്ളൂ. അല്ലാതെ ഒരിക്കലും അതൊരു നെഗറ്റീവ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാഴ്ചപ്പാട് ഒരിക്കലും വരാൻ പാടില്ല. അപ്പോൾ ഏത് നിയമത്തിൻ്റെ ഏത് വശങ്ങളായാലും എപ്പോഴും ആ സഹകരണ മേഖല സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് എന്നുള്ളത് എല്ലായ്പ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ സഹകരണ മേഖലയുടെ മാനേജ്മെൻറ്റ് വരുവാണെങ്കിൽ ഞാൻ രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് അഡ്മിനിസ്ട്രേഷൻ, ഒന്ന് മാനേജ്മെൻറ്റ്. ഇപ്പോൾ മാനേജ്മെൻറ്റാണ് നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ കുറിച്ച് രാജേന്ദ്ര സാർ പറയുകയും, അഡ്മിനിസ്ട്രേഷൻ സൈഡിൽ വരുമ്പോഴാണ് നമുക്ക് മിനിസ്ട്രി ഉണ്ട്, ഒരു മിനിസ്റ്ററുണ്ട്, അതിന് താഴെ ഒരു ടോട്ടൽ മെക്കാനിസം രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി നേതൃത്വം നൽകുന്ന ഒരു മെക്കാനിസം ഉണ്ട്, ഒരു ഹൈറാർക്കി ഉണ്ട്. അപ്പോൾ അത് വരുമ്പോഴത്തേക്ക് ഞാൻ ഇവിടെ പറയുന്നത് നമ്മുടെ ആ അഡ്മിനിസ്ട്രേഷൻ കേപ്പബിലിറ്റി മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ രജിസ്ട്രാർ എന്ന് പറയുമ്പോൾ ശരിക്കും ഹീ ഈസ് ദ ഫ്രണ്ട്, ഫിലോസഫർ ആൻഡ് ഗൈഡ്. രജിസ്ട്രാർ ശരിക്കും ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയായിട്ടാണ് ശരിക്കും സഹകരണ മേഖലയെ ഒരു ഫ്രണ്ടും ഫിലോസഫറും ഗൈഡ് എന്ന നിലയിൽ കൊണ്ടു നടക്കുന്നത്. പക്ഷേ തീർച്ചയായിട്ടും അതിൽ കുറേ പരിമിതികളുണ്ടാകാം. പക്ഷേ ആ പരിമിതികളെല്ലാം നമ്മൾ അതിൻ്റെ നമ്മളെങ്ങനെ അത് കാണുന്നു, നമ്മൾ ഏത് അവസരത്തിലാണ് അങ്ങനത്തെ ഒരു അവസ്ഥ വന്നതെന്നുള്ളത് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ രജിസ്ട്രാർ ഓഫീസിൽ തന്നെ 2 വിങ്ങുകളുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു ജനറൽ വിങ്ങും ഉണ്ട്, ഒരു ഓഡിറ്റ് വിങ്ങും ഉണ്ട്. അതുപോലും ഒരു പ്രൊഫഷണലൈസേഷൻ്റെ തുടക്കമാണ്. കാരണം ഒരു ഡിപ്പാർട്ട്മെൻറ്റലൈസേഷനാണ്. അതായത് ആക്ടിവിറ്റി അനുസരിച്ച് 2 ഡിപ്പാർട്ട്മെൻറ്റായി തിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ജോലികൾ ചെയ്യാൻ നിയുക്തരായ 2 സെറ്റ് ഓഫ് എംപ്ലോയീസ് ഉണ്ട്. അവരും അവരുടേതായ ഡ്യൂട്ടീസ് എല്ലാം
പെർഫോം ചെയ്യുന്നുണ്ട്. ജനറൽ വിങ് ആണെങ്കിൽ ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്നത് മുതൽ ഒരു സൊസൈറ്റി ലിക്വിഡേഷൻ വരെയുള്ള ചുമതലകൾ നോക്കുന്നുണ്ട്. അതിനടുക്കുള്ള പെർഫോമൻസാണ് ഓഡിറ്റ് വിങ് നോക്കുന്നത്. ഈ പറയുന്ന നമ്മൾ ഈ പ്രൊഫഷണലൈസേഷൻ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ 2 വിങ്ങിലുമുള്ള ജീവനക്കാർ, ഈ ജീവനക്കാരെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിനെ പ്രതിനിധീകരിക്കുന്ന ആൾക്കാരായിട്ട് മാത്രമേ കാണാൻ പാടുള്ളൂ. അവരെല്ലാം ഒരു പ്രൊഫഷണൽ അപ്രോച്ച് ഉണ്ടോ? അതാണ് നമ്മുടെ ഇവിടുത്തെ ചോദ്യം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് പ്രൊഫഷണലിസം? അതാണ് നമുക്ക് ആദ്യമായിട്ട് അറിയേണ്ടത്. വളരെ സിമ്പിളാണ്. കൃത്യമായ സമയത്ത് കൃത്യമായ തീരുമാനമെടുത്ത് ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അവർക്ക് ഗുണകരമായ തീരുമാനങ്ങൾ വരുന്നുണ്ടെന്നുള്ളത് മാത്രമാണ് പ്രൊഫഷണലിസം എന്ന് പറയുന്നത്. അല്ലാതെ ഒരു പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞ് വന്ന ഒരാൾ ഒരു സ്ഥാനത്തിരുന്നാൽ അയാൾ പ്രൊഫഷണലിസം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ തീർച്ചയായിട്ടും ആ സ്ഥാനത്തിരിക്കുന്ന ആരാണോ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ അവരുടെ ഔട്ട്ലുക്ക്, അപ്രോച്ച്, ഇത് 3ഉം വളരെ പ്രധാനമാണ്. നമ്മൾ എങ്ങനെയാണ് ഒരു പ്രശ്നത്തെ കാണുന്നത്, നമ്മുടെ മനോഭാവം എന്താണ്, നമ്മുടെ സമീപനം എന്താണ്, ഇല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാട് എന്താണ്, ഇതെല്ലാം അടിസ്ഥാനമാക്കിയാണ് ശരിക്കും പ്രൊഫഷണലിസം എന്ന് പറയുന്നത്. അത് ഈ വരുന്ന എല്ലാവർക്കും ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസായിട്ട് മാറ്റമുണ്ടാകാം, ബട്ട് ഇറ്റ് ക്യാൻ ബി ചേഞ്ച്. അതുപോലെ തന്നെ ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മളുടെ സിസ്റ്റം, നമ്മുടെ ഈ അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റത്തിൽ രജിസ്ട്രാറിൻ്റെ ഓഫീസിലുള്ള എംപ്ലോയീസിൽ ഒന്നാമത്തെ കാര്യം, ഇവർക്ക് ആക്റ്റും റൂൾസും പ്രകാരം നടപ്പിലാക്കേണ്ട പല ചുമതലകളുണ്ട്. അതെല്ലാം ചുമതലകൾ നടപ്പിലാക്കാൻ മാത്രമുള്ള സ്റ്റാഫ് അവിടെ നിലവിലുണ്ടോ? അതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഈ സ്റ്റാഫിൻ്റെ എല്ലാം ഒരു പ്രോപ്പർ മോണിറ്ററിംഗ് ഉണ്ടോ? അതുപോലെ തന്നെ അവർ ചെയ്യുന്ന വർക്കിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിഫൈയും മോണിറ്റർ ചെയ്യപ്പെടുന്നുണ്ടോ? അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ ഇവരുടെയൊക്കെ സമീപനം, വെദർ വി ആർ ഫോളോയിങ് എ ട്രഡീഷണൽ അപ്രോച്ച്, അതാണ് ഓർക്കേണ്ടത്. കാരണം ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം GPS സിസ്റ്റം, ഒരു ഫ്ലീറ്റ് ഓണർ കാണുന്നുണ്ടെങ്കിൽ അയാളുടെ വാഹനം എവിടെ പോകണമെന്നുള്ളത് GPS വഴി അറിയാൻ പറ്റും. അതുപോലെ തന്നെ മുമ്പുണ്ടായിരുന്ന സിസ്റ്റമുണ്ട് പേജറൊക്കെ ഇപ്പോൾ പോയി, ഒരു എംപ്ലോയി എവിടെയാണെന്നുള്ളത് പേജർ വഴി അറിയാൻ പറ്റും. അതേപോലത്തെ ഇപ്പോൾ ഒരു എംപ്ലോയി ഒരു സൊസൈറ്റി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ എംപ്ലോയി അവിടെ ചെന്നിട്ടുണ്ടോ എന്നറിയാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അയാൾ ചെയ്യുന്ന ഡ്യൂട്ടീസ് ക്വാണ്ടിഫൈ ചെയ്യപ്പെടുന്നുണ്ടോ? ഇല്ലെങ്കിൽ അയാൾക്ക് കൊടുത്തിരിക്കുന്ന ടാർഗറ്റ് അയാൾ മീറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ? ഇതെല്ലാം നോക്കിയാൽ മാത്രമേ നമുക്കവിടെ പ്രൊഫഷണലിസം ഉണ്ടാകുമെന്ന് പറയാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്ക് AI വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഒഫീഷ്യൽ പ്രൊസീജിയേഴ്സ്, ഇപ്പോൾ ഫയലിംഗ് വന്നിട്ടുണ്ട്. ഞാൻ രജിസ്ട്രാറിൻ്റെ ചുമതല വഹിക്കുമ്പോഴും ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് രാവിലെ 10:40 വണ്ടി ഇവിടെ എത്തുന്നവരെയും ഓഫീസിലെ ഫയൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പായിരുന്നുണ്ടെങ്കിൽ രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് വിട്ടാൽ പിന്നെ തിരിച്ച് ചെന്നിട്ട് മാത്രം ഫയൽ നോക്കിയാൽ മതി. അത്ര പെട്ടെന്നാണ് ഓരോ ഓഫീസിലെയും സ്പീഡ് ഓഫ് ഡിസിഷൻ. രജിസ്ട്രാർ ഫയൽ നോക്കുന്ന ഒരു തീരുമാനം അറിയിക്കുക എന്നുള്ളതാണ്. അപ്പം ഒരു ഡിസിഷൻ ടൈം വേണം, റൈറ്റ് ഡിസിഷൻ ആയിരിക്കണം, ടൈമിൽ ഡിസിഷൻ ആയിരിക്കണം. അപ്പം ഒരു ഡിസിഷൻ ഡിലേ ആയാൽ ഇറ്റ് ഈസ് ഈക്വലൻ ടു ഡിസിഷൻ ഡിനൈഡ്. അതും ഒരു പ്രൊഫഷണൽ അപ്രോച്ചാണ്. ഇപ്പം തന്നെ നമുക്ക് നോക്കാം, വർക്ക് ഫ്രം ഹോം. നമ്മുടെ ഈ പറയുന്ന വർക്ക് ഫ്രം ഹോം വന്നപ്പോൾ തന്നെ കോവിഡിനോടാണ് നന്ദി പറയേണ്ടത്. ഇപ്പോൾ കൂടുതൽ ചിലവ് കുറഞ്ഞ് കൂടുതൽ വർക്കാണ് ഇപ്പോൾ വർക്ക് ഫ്രം ഹോമിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ സിസ്റ്റം, ഇപ്പം നമുക്കൊരു നെറ്റ്വർക്കിങ്ങും ഇല്ലെങ്കിൽ അതുപോലത്തെ ഒരു നെറ്റ്വർക്കിംഗ് സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു എംപ്ലോയിക്ക് ചിലപ്പോൾ ഓഫീസിൽ ഇരുന്ന് തന്നെ കാര്യങ്ങൾ അറിയാൻ പറ്റും, മോണിറ്റർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കുള്ള ഇപ്പോഴത്തെ അക്കൗണ്ടിങ് സിസ്റ്റം അത് പക്കായാണ്. എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോഴും സഹകരണ മേഖലയിലുള്ള അക്കൗണ്ടിങ് സിസ്റ്റം റിസിപ്റ്റ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് ബേസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റമാണ്. ഡബിൾ എൻട്രി ഉണ്ടോ എന്ന് സംശയമുണ്ട്. അപ്പോൾ അവിടെ വരുമ്പോഴത്തേക്കും ഇതിലെല്ലാം ഒരു സ്പീഡ് ആൻഡ് ആക്യുറസി ഉണ്ടോ? ഇത് അടുത്ത ചോദ്യമാണ്. ഇതെല്ലാം നോക്കുമ്പോഴത്തേക്കും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2011 നമുക്കുണ്ടായി ഒരു 97th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻ്റ് ഉണ്ടായി. അതുപോലെ അത് സഹകരണ മേഖലയ്ക്ക് വളരെ വലിയൊരു നേട്ടമുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. അതുപോലെ തന്നെ അതിൽ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കുവാണെങ്കിൽ ഓഡിറ്റിൻ്റെ കേസിൽ സ്പെസിഫിക്കലി പ്രൊഫഷണൽ ഓഡിറ്റിനുള്ളൊരു സൗകര്യം ഈ പറയുന്ന 97th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിലുണ്ടായി. അതുപോലെ തന്നെ റൈറ്റ് ടു ഇൻഫർമേഷൻ ഓഫ് മെമ്പേഴ്സ്, നമ്മുടെ സഹകരണ മേഖലയിലുള്ള മെമ്പേഴ്സിന് റൈറ്റ് ടു ഇൻഫർമേഷനുള്ള ഒരു അവസരവും ഈ 97th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ഉണ്ടാകാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം ഞാനീ പറഞ്ഞ പോലെ നമ്മുടെ ഓഡിറ്റിൽ തന്നെ ഓഡിറ്റ് മാനുവലുണ്ട്. അത് കാലങ്ങളായി പുതുക്കിയിട്ടുണ്ടോ? അതുപോലെ തന്നെ ഓഡിറ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം സൊസൈറ്റിയെ ക്ലാസിഫൈ ചെയ്യുന്ന ക്രൈറ്റീരിയ അത് അപ് ടു ഡേറ്റ് ആണോ? ഇതെല്ലാം നമുക്ക് ചോദ്യങ്ങളാണ്. അപ്പം ഞാൻ ഈ ചോദിച്ച കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരം ചിലതിന് യെസ് ആകാം, ചിലത് നോ ആകാം. ആ രണ്ട്
ചോദ്യത്തിൻ്റെ ഘടന അനുസരിച്ച് ഇതിൻ്റെ യെസ്സോ നോ ആണെങ്കിലും അതിനുള്ള ഉത്തരം നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോഴത്തെ ഒരു അവസരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സഹകരണ മേഖല വളരെയേറെ ചലഞ്ചസ്, വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കോർപ്പറേറ്റ്സ്, ധാരാളം കോർപ്പറേറ്റ്സ് വരുന്നുണ്ട്. ഈ കോർപ്പറേറ്റ്സിനെ നമുക്ക് നേരിടണമെങ്കിൽ സഹകരണവൽക്കരണം വേണം. ഈ സഹകരണവൽക്കരണം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും നമ്പർ ഓഫ് സഹകരണ സംഘങ്ങൾ കൂടിയത് കൊണ്ടൊരു കാര്യമില്ല. നമ്മളൊരു കോർപ്പറേറ്റിൻ്റെ രീതിയിലുള്ള പ്രവർത്തന രീതിയിലേക്ക് മാറണം. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് നോക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോപ്പറേറ്റീവ്സ് പ്രൈവറ്റിൻ്റെയും പബ്ലിക്കിൻ്റെയും സെക്ടർ എൻ്റർപ്രൈസസ് ആയിട്ട് കോമ്പീറ്റൻ്റ് ആകണം. അത് നമ്മുടെ കോമ്പീറ്റൻസി വർദ്ധിപ്പിക്കണം, ഇല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് ആകണം. ഇതെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മൾ നമ്മുടെ മനോഭാവം മാറ്റം ഉണ്ടാകണം, ആറ്റിറ്റ്യൂഡിൽ മാറ്റം ഉണ്ടാകണം, അപ്രോച്ചിൽ മാറ്റം ഉണ്ടാകണം. ഈ പ്രൊഫഷണലൈസേഷൻ നമ്മളിപ്പോൾ 2025 ചർച്ച ചെയ്യുന്നതിന് മുമ്പ് തന്നെ 1985 തന്നെ ഒരു KN അർദ്ധനാരീശ്വരൻ കമ്മിറ്റി ഉണ്ടായിരുന്നു. കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് ലോ ഫോർ ഡെമോക്രറ്റൈസേഷൻ ആൻഡ് പ്രൊഫഷണലൈസേഷൻ ഓഫ് കോപ്പറേറ്റീവ്സ്. അതായത് ഇപ്പോൾ 40 വർഷം കഴിഞ്ഞിരിക്കുന്നു ആ ഒരു കമ്മിറ്റി റിപ്പോർട്ട് തന്നതിന് ശേഷം. അതിനുശേഷം കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. കൂടാതെ 2022 നമ്മുടെ ഗവൺമെൻറ് തന്നെ ഇപ്പോൾ നാഷണൽ കോപ്പറേറ്റീവ് പോളിസിയിലേക്ക് ഒരു സജഷൻ കൊടുത്തിട്ടുണ്ട്. കുറേ പോളിസി ഡിസിഷനിലേക്ക് സജഷൻ കൊടുത്തിട്ടുണ്ട്. അതിലൊന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ PPP, പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ പോലെ തന്നെ പബ്ലിക് കോപ്പറേറ്റീവ് പാർട്ടിസിപ്പേഷൻ ഒരു സ്കീം നമ്മുടെ സംസ്ഥാനത്ത് കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ സംസ്ഥാനം തന്നെ കേന്ദ്രത്തിലേക്ക് നാഷണൽ കോപ്പറേറ്റീവ് പോളിസിയുടെ ഭാഗമായി കൊടുത്ത ഒരു സജഷനാണ്. കൂടാതെ ക്രൗഡ് ഫണ്ടിങ്, അതായത് നമ്മുടെ സഹകരണ മേഖലയിലുള്ള ധാരാളം ഫണ്ടുകളുണ്ട്, അത് നമ്മൾ കൂട്ടിയോജിപ്പിച്ച് ഒരു ബിഗർ പ്രോജക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിന് പോകാൻ പറ്റുമോ അതുള്ളൊരു കാര്യമാണ്. പിന്നെ കൺസോഷ്യം ലെൻഡിങ്, അത് ഈ പറഞ്ഞ പോലെ തന്നെ ഡിഫറെൻറ്റ് സൊസൈറ്റീസ്, അതായത് നമ്മുടെ സഹകരണ പ്രിൻസിപ്പിളായ കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് എന്നുള്ള തത്വത്തിൽ അടിസ്ഥാനമാക്കി ഇവരെല്ലാം കൂടെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഒരു വലിയ പ്രോജക്റ്റുകൾ എടുക്കാൻ പറ്റുമോ എന്നുള്ളതൊരു ചോദ്യമാണ്. അതുപോലെ തന്നെ ഇപ്പം ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മൾ അതിൽ തന്നെ ഈ പോളിസിയിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങളാണ് ഈ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽസും സഹകരണ സംഘങ്ങളും കൂടെ ചേർന്ന് വലിയ കോപ്പറേറ്റീവ് പ്രോജക്ട്സ്, ഹോസ്പിറ്റൽ കോപ്പറേറ്റീവ്സ് തുടങ്ങുവാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ വരുന്ന ഇപ്പം ഒരു ബിസിനസ്സായി മാറിയിരിക്കുന്ന ഹോസ്പിറ്റൽ കോപ്പറേറ്റീവ്സിൽ നമുക്ക് ഒരു വെല്ലുവിളി കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഈ പറയുന്ന മാറ്റങ്ങൾ എല്ലാം നമ്മൾ കൊണ്ടുവരുവാണെങ്കിൽ ഒരു എവല്യൂഷണറി സ്റ്റേജിൽ പോയിട്ട് കാര്യമില്ല, നമ്മളൊരു റെവല്യൂഷണറി മോഡിൽ തന്നെ പോകണം. എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ വളരെ സ്ലോ ആയിരിക്കും, റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. ആ ഒരു മാറ്റം നമ്മൾ എത്ര നേരത്തെ കൊണ്ടുവരുന്നു അതിൽ അടിസ്ഥാനമായിരിക്കും നമ്മുടെ കോപ്പറേറ്റീവ്സ് മേഖലയുടെ നിലനിൽപ്പും ഭാവി എന്ന് തന്നെ പറയാം. ഇപ്പം എൻ്റെ ഇവിടെ മുമ്പിലിരിക്കുന്ന ഓഡിയൻസിൽ സ്റ്റുഡൻസ് ഉണ്ട്, സഹകാരികളുണ്ട്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മെമ്പേഴ്സ് ഉണ്ട്, എംപ്ലോയീസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ട്, വെൽ വിഷേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ പബ്ലിക്കും ഉണ്ടാകാം. ഈ പറഞ്ഞ വെൽ വിഷേഴ്സും പബ്ലിക് എന്ന് പറയുന്നത് ശരിക്കും കോപ്പറേറ്റീവ്സിലെ പ്രോസ്പെക്റ്റീവ് മെമ്പേഴ്സ് ആകുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ ഇരിക്കുന്ന ഒരു വേദിയിൽ നമ്മളിത് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഞാൻ ഈ പറഞ്ഞ പ്രപ്പോസലോട് യോജിക്കുന്നു തന്നെ വിശ്വസിക്കുന്നത്. കാരണം ഈ കോപ്പറേറ്റീവ് മേഖല നിലനിന്ന് പോകണമെങ്കിൽ, സസ്റ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ മാറ്റങ്ങൾ ഉൾക്കൊള്ളുകയും മാറ്റങ്ങൾ മനസ്സിലാക്കുകയും നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരാൻ തയ്യാറാകുകയും ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന കോപ്പറേറ്റീവ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഇതെല്ലാം ചെയ്യണമെന്ന് പറയുമ്പം ഇത് നമ്മളെല്ലാം ഒരു ഫേസ്ഡ് മാനറിലേ ചെയ്യാൻ പാടുള്ളൂ, അല്ലാതെ എല്ലാം കൂടെ ഒരുമിച്ച് വേണമെന്നില്ല. നമ്മൾ സാധാരണ പറഞ്ഞ പോലെ 80-20 റൂൾ, 80-20 റൂൾ പോലെ അപ്ലിക്കബിൾ ആക്കി ഏതാണോ 20% കാതലായ ഇമ്പാക്റ്റുള്ള കോപ്പറേറ്റീവ് സെക്ടറിലേക്ക് ഇത് ആദ്യം കൊണ്ടുവരികയും ബാക്കിയുള്ളത് ട്രിക്കിൾ ഡൗൺ തിയറി പോലെ തന്നെ പുറകോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സഹകരണ മേഖല മാറിയിരിക്കുന്നു, വെല്ലുവിളികൾ മാറിയിരിക്കുന്നു. ആ വെല്ലുവിളിക്ക് ഒപ്പം നമ്മൾ നിലനിന്ന് പോയില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സഹകരണ മേഖല നമ്മൾ ഇത്ര വർഷമായിട്ട് കൊണ്ടുവന്നത് തീർച്ചയായിട്ടും അത് ഒരു ഒരു അക്സെപ്റ്റൻസ് ഇല്ലാതെ, പബ്ലിക് അക്സെപ്റ്റൻസ് ഇല്ലാതെ അത് തനിയെ ഇല്ലാതായി പോകുന്നൊരവസരം വരും. അപ്പോൾ എനിക്കിതിൽ ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ. എനിക്കൊന്ന് ഒരു ബിഗ് ബി എന്ന സിനിമയുടെ ഒരു ഡയലോഗാണ്. അതായത് പഴയ കൊച്ചിയല്ല, പഴയ ബിലാൽ തല്ല എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ തന്നെ സഹകരണ മേഖല പഴയ സഹകരണ മേഖലയല്ല, പക്ഷേ
കൊച്ചിയിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം നമുക്കത് കൊണ്ടുവരേണ്ട രജിസ്ട്രാർ പഴയ രജിസ്ട്രാർ അല്ല, ഇപ്പോൾ നമുക്ക് സഹകരണ മേഖലയ്ക്കുള്ളത് വളരെ പ്രോഗ്രസീവായിട്ടുള്ള ഒരു രജിസ്ട്രാറാണ്. അപ്പോൾ സാർ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഇത് ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തുകയും അത് സാധിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും സഹകരണ മേഖലയ്ക്ക് ഭാവി ഉണ്ടാകും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതുവത്സര ആശംസ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. വളരെയധികം നന്ദി ഡോക്ടർ രഞ്ജിത്ത് കുമാർ. അദ്ദേഹം നിരവധിയായിട്ടുള്ള ആശയങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. എനിക്ക് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയത് നമുക്ക് വേണ്ടത് എവല്യൂഷണറി ചേഞ്ച് അല്ല, മറിച്ച് റെവല്യൂഷണറി ചേഞ്ച് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ സജഷനാണ്. വളരെ മനോഹരമായി അദ്ദേഹം അവതരിപ്പിച്ചു. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തിനെ ശ്രദ്ധപ്പെടുത്തുകയാണ്. അദ്ദേഹം പ്രൊഫസർ ആയതുകൊണ്ടാണ്, നമ്മുടെ ഫീൽഡിലല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്കൊന്ന് നമ്മുടെ മേഖലയിൽ നടന്ന മാറ്റങ്ങൾ ഒരു പക്ഷേ അദ്ദേഹത്തിന് കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. ഹോസ്പിറ്റൽ ഫെഡ് വളരെ സ്ട്രോങ് ആയിട്ട് നോക്കുന്ന ലാഭകരമായി പ്രവർത്തിക്കുന്ന ഒരു ഫെഡറേഷനാണ് നമ്മുടെ കേരളത്തിൽ ഹോസ്പിറ്റൽ ഫണ്ട്. അപ്പോൾ അവരുടെ മീറ്റിംഗ് 16 വെച്ചിട്ടുണ്ട്, ഞാൻ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. വളരെ നന്നായി പോകുന്നതാണ്. കൺസോർഷ്യം ഫണ്ടിങ് 5200 കോടി രൂപയാണ് നമ്മൾ ഇത്തവണത്തെ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷന് സഹകരണ മേഖല സർക്കാരിന് നൽകിയിരിക്കുന്ന 5200 കോടിയാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട്. പിന്നെ 2-3 സജഷൻസ് പറഞ്ഞത്, ഒന്ന് ഈ അക്കൗണ്ടിങ് സിസ്റ്റം ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ഞങ്ങളുടെ ആക്ട് അമെൻമെൻറ്റ് പ്രകാരം ഡബിൾ എൻട്രി സിസ്റ്റം കമ്പൾസറി ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് അടിയന്തരമായിട്ട് നമ്മൾ ഓഡിറ്റ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരികയാണ്. 3 ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് നേരത്തെ പറഞ്ഞിരുന്നു, വളരെ പ്രൊഫഷണലായിട്ടുള്ള ഗ്രാജുവേറ്റ്സിനെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കൊണ്ടുപോകാൻ വേണ്ടി പുതിയ അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള സംഗതികൾ ഞങ്ങളുടെ ഗവൺമെൻറ് ഇതിപ്പോൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. നല്ല മാറ്റങ്ങളാണ് നമ്മുടെ മേഖലയിൽ കണ്ടുവരുന്നത്. വീണ്ടും മുന്നോട്ട് പോകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തതായി നമ്മോട് സംസാരിക്കുന്നത്, ഇപ്പോൾ ആദ്യം പറഞ്ഞ ആദ്യത്തെ പ്രാസംഗികനും രണ്ടാമത്തെ പ്രാസംഗികനും ഊന്നി പറഞ്ഞൊരു വിഷയം, നമ്മുടെ മാറ്റങ്ങൾ കൊണ്ടുവരണം, നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ വ്യത്യാസം വരണം, നമ്മുടെ കാഴ്ചപ്പാടുകളിൽ മാറ്റം വരണം എന്നാണ്. ആറ്റിറ്റ്യൂഡും കാഴ്ചപ്പാടും ഒക്കെ നമ്മുടെ മാറ്റത്തിന് കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായിട്ടും ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്പ് ചെയ്യണം. നമ്മുടെ മാനവശേഷി ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. ആ മാനവശേഷി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു ട്രെയിനിങ് പർപ്പസ് കൂടെ മാത്രമേ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പോൾ സഹകരണ മേഖല ട്രെയിനിങ്ങിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ച് അതിൻ്റെ പ്രൊഫഷണൽസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എന്താണ് സഹകരണ മേഖല ചെയ്യേണ്ടതിനെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് കിക്ക്മാൻ്റെ ഡയറക്ടർ ഡോക്ടർ രാജേഷാണ്. അദ്ദേഹത്തിനെ ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. താങ്ക് യു സർ. വേദിയിലിരിക്കുന്ന നമ്മുടെ ബഹുമാനനായ RCS സജിത് ബാബു സാർ, ഇന്നത്തെ മോഡറേറ്റർ, അതോടൊപ്പം തന്നെ വേദിയിലിരിക്കുന്ന എൻ്റെ കൂടെ ഈ വേദി അലങ്കരിക്കുന്ന മറ്റ് പാനൽ മെമ്പേഴ്സ്, ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനായിട്ടും ഈ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിനെ പറ്റിയുള്ള ആർജവം സ്വീകരിക്കാൻ എത്തിയിരിക്കുന്ന മറ്റ് പാർട്ടിസിപ്പൻസ്, എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന മേഖല ബഹുമാനപ്പെട്ട മോഡറേറ്റർ പറഞ്ഞ പോലെ സഹകരണ മേഖലയിൽ പ്രൊഫഷണലിസം കൊണ്ടുവരുന്നതിനകത്ത് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണ് ഞാൻ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, പ്രൊഫഷണലിസം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഞാൻ ഈ മേഖലയെ അല്ലെങ്കിൽ ഈ കാഴ്ചപ്പാടിനെ 2 ഡിഫറെൻറ്റ് മേഖലയായിട്ട് കാണാൻ ഉദ്ദേശിക്കുകയാണ്. ഒന്ന് സഹകരണ വിദ്യാഭ്യാസം, 2 സഹകരണ പരിശീലനം. ഇത് രണ്ടും കൂടെ എങ്ങനെ ഒരു പ്രൊഫഷണലിസമായിട്ട് വളർത്തിയെടുക്കാമെന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്നുള്ളതാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയം. നമുക്കറിയാം, സഹകരണ വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സഹകരണ തത്വങ്ങൾ, അതിൻ്റെ ഉറവിടങ്ങൾ, അതിൻ്റെ ലക്ഷ്യം എന്നിവയെ പറ്റിയുള്ള ആഴത്തിലുള്ള വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അറിവ് നൽകുക എന്നുള്ളതാണ്. അതോടൊപ്പം സഹകരണ പരിശീലനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പദ്ധതി നടപ്പിലാക്കുക, അതിൻ്റെ ഔദ്യോഗിക ജോലികൾ നിർവഹിക്കുക, അക്കൗണ്ടിങ് അതുപോലുള്ള മറ്റുള്ള കാര്യങ്ങളെപ്പറ്റി പ്രായോഗികമായിട്ടുള്ളതും ആഴത്തിലുള്ളതും അറിവ് നേടുക എന്നുള്ളതാണ്. ഈ 2 കാര്യങ്ങൾ ഒരുപോലെ വർദ്ധിച്ചാൽ മാത്രമേ ഒരു മേഖല പ്രൊഫഷണലിസം എന്ന രീതിയിലേക്ക് പോവുകയുള്ളൂ. അപ്പോൾ എന്താണ് പ്രൊഫഷണലിസം എന്ന് പറയുന്നത്? അല്ലെങ്കിൽ പ്രൊഫഷണൽ മേഖല എന്ന് പറയുന്നത്, നമുക്കറിയാം, വൈദ്യശാസ്ത്രം ഒരു പ്രൊഫഷണൽ മേഖലയാണ്, എഞ്ചിനീയറിംഗ് ഒരു പ്രൊഫഷണൽ മേഖലയാണ്, ചാർട്ടേഡ് അക്കൗണ്ടൻസി ഒരു പ്രൊഫഷണൽ മേഖലയാണ്. എന്താണ് പ്രൊഫഷണൽ മേഖല, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു പ്രൊഫഷണൽ മേഖല വാർത്തെടുക്കപ്പെടുന്നത്? 3 കാര്യങ്ങൾ അതിന് സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്ന്, അതിനൊരു അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത വേണം. 2, അതിനൊരു കോഡ് ഓഫ് എത്തിക്സ്, കോഡ് ഓഫ് കോണ്ടാക്റ്റ് വേണം. 3, ആ ജോലിയിലേക്ക് പ്രവേശിക്കുവാനായിട്ടുള്ള ഒരു ബേസിക് ക്വാളിഫിക്കേഷനും കൂടി ഡിഫൈൻ ചെയ്യണം. ഈ 3 കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഒരു മേഖല അല്ലെങ്കിൽ ഒരു പ്രത്യേക ഏരിയ പ്രൊഫഷണലിസം അല്ലെങ്കിൽ പ്രൊഫഷണൽ എന്ന് നമുക്ക് പറയാൻ പറ്റും.
നമുക്ക് ആ കാര്യങ്ങൾ സഹകരണ മേഖലയിൽ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ നോക്കിക്കാണുന്നത്. നമുക്കറിയാം സഹകരണ വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിൽ വളരെ കുറവാണെങ്കിൽ കൂടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. പ്രത്യേകിച്ച് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, അതോടൊപ്പം തന്നെ JDC കോഴ്സുകൾ നടത്തുന്ന സംസ്ഥാന സഹകരണ യൂണിയൻ, ഇങ്ങനെയുള്ള കുറച്ച് വളരെ എണ്ണത്തിൽ കുറച്ചുള്ള സ്ഥാപനങ്ങളുണ്ട് സഹകരണ വിദ്യാഭ്യാസം കൊടുക്കുവാനായിട്ട്. സഹകരണ പരിശീലനം നൽകാനായിട്ട് നമുക്കറിയാം ആസ്കി, അതുപോലെ കിക്മ, അതോടൊപ്പം ICM ഇങ്ങനെയുള്ള വിവിധ സ്ഥാപനങ്ങളും കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ എത്രമാത്രം സഹകരണ മേഖലയെ പ്രൊഫഷണലിസത്തിലേക്ക് അടുപ്പിക്കുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ അവിടെ നമുക്ക് വന്നിരുന്ന ചലഞ്ചസും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാര്യം 1991 മുമ്പ്, അതായത് നമ്മൾ ആഗോളവൽക്കരണം, പിന്നെ ഉദാരവൽക്കരണം, അല്ലെങ്കിൽ പിന്നെ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്ന നയത്തിലോട്ട് പോകുന്നതിന് മുമ്പ് ഏറ്റവും ശക്തമായ മേഖല തന്നെയായിരുന്നു സഹകരണ മേഖല. അത് സഹകരണ സംഘങ്ങളായിക്കോട്ടെ, അത് സഹകരണ ബാങ്ക് ആയിക്കോട്ടെ, സാധാരണക്കാരൻ്റെ ബാങ്കായിട്ട് അല്ലെങ്കിൽ സാധാരണക്കാരൻ്റെ സംഘമായിട്ട് മാറുവാനായിട്ട് കുറേ വർഷങ്ങൾ കൊണ്ടുള്ള പ്രായോഗിക തലത്തിലുള്ള സമീപനം കൊണ്ട് സഹകരണ മേഖലയ്ക്ക് കഴിഞ്ഞിരുന്നു. പക്ഷേ 1991 ശേഷം വളരെ ബുദ്ധിമുട്ടുകളാണ് ഈ മേഖല അഭിമുഖീകരിച്ചത്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ എന്ന പുതിയ നയം നടപ്പിലാക്കിയതോടുകൂടി പുതിയ ബാങ്കിങ് സെക്ടറിലായാലും മറ്റുള്ള സെക്ടറിലായാലും പുതിയ ബാങ്കിങ് നയങ്ങൾ വന്നു, പുതിയ സമീപനങ്ങൾ വന്നു. അപ്പോൾ സാധാരണക്കാരൻ്റെ ബാങ്ക് എന്ന രീതിയിൽ, അല്ലെങ്കിൽ സാധാരണക്കാരൻ്റെ സംഘം എന്ന രീതിയിൽ ധാരാളം ചലഞ്ചസ് ആ സമയത്ത് നമുക്ക് അഭിമുഖീകരിക്കാനായിട്ട് വന്നു. അപ്പോൾ മറ്റുള്ള ബാങ്കുകൾ, അത് പ്രൈവറ്റ് ബാങ്ക് ആയിക്കോട്ടെ, നാഷണലൈസ്ഡ് ബാങ്ക് ആയിക്കോട്ടെ, ഫോറിൻ ബാങ്ക് ആയിക്കോട്ടെ, അവരെല്ലാം വളരെ മുന്നോട്ട് പോയി. അതിനകത്ത് ഏറ്റവും നല്ല ഉദാഹരണം എനിക്ക് ചൂണ്ടിക്കാട്ടാനുള്ളത് ഞാൻ ഈ പറഞ്ഞ പ്രൊഫഷണലിസത്തിൻ്റെ അഭാവം. നമുക്കറിയാം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അത് പ്രൊഫഷണലിസത്തിൻ്റെ ഭാഗമായിട്ട് കമ്പ്യൂട്ടറൈസേഷൻ തുടക്കത്തിൽ തന്നെ കൊണ്ടുവരാൻ ശ്രദ്ധിച്ചു. നമ്മളിപ്പോഴും നമ്മുടെ ബാങ്കുകളിൽ പോവുകയാണെങ്കിൽ, നമ്മുടെ സഹകരണ ബാങ്കുകളിൽ പോവുകയാണെങ്കിൽ ഇപ്പോഴും ഈ പറഞ്ഞ പോലെ കമ്പ്യൂട്ടറൈസേഷൻ്റെ ഒരു ലിമിറ്റേഷൻ ഇപ്പോഴും അവിടെ ഉണ്ട്. അതിൻ്റെ മെയിനായിട്ടുള്ള പ്രശ്നം എന്താണ്? അവിടെ മെയിനായിട്ടുള്ള പ്രശ്നം അവിടെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുടെ, ഞാൻ നോളജ് കുറവെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അവർക്കതിനുള്ള ഒരു ആർജവമില്ലായ്മയോ അല്ലെങ്കിൽ അതിനകത്ത് വന്നിരിക്കുന്ന ഒരു കുറവാണ്. ആ കുറവ് നമുക്ക് എങ്ങനെ പരിഹരിക്കാൻ സാധിക്കും? അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ, നമ്മളിപ്പോൾ ICICI ബാങ്കിലോട്ടോ അല്ലെങ്കിൽ നമ്മളൊരു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലോട്ടോ അല്ലെങ്കിൽ HDFC ബാങ്കിലോട്ടോ ചെല്ലുമ്പോൾ നമ്മൾക്ക് അവിടുന്ന് കിട്ടുന്ന ഒരു വാം വെൽക്കം, അതായത് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ആ തത്വം അംഗീകരിച്ചുകൊണ്ട്, ആ തത്വം മനസ്സിലാക്കിക്കൊണ്ട് അവിടെയുള്ള ആൾക്കാർ പെരുമാറുന്നത്, അവിടെ ഒരു പ്രൊഫഷണലിസം ഉണ്ട്. കാര്യം നമുക്കറിയാം, അങ്ങനെ ICICI ബാങ്കിലോട്ടോ ആക്സിസ് ബാങ്കിലോട്ടോ ഒക്കെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ വാം വെൽക്കം ചെയ്ത് അവരെ നമ്മുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ആ സമയം തന്നെ സോർട്ട് ഔട്ട് ചെയ്യുന്ന ആ രീതിയിലുള്ള സമീപനത്തിലേക്ക് നമ്മൾ പോയിട്ടില്ല. പ്രത്യേകിച്ച് സഹകരണ ബാങ്കിലൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ ഇപ്പോഴും നമ്മൾ അവിടെ ചെന്ന് ക്യൂ നിന്ന് പേപ്പർ എഴുതി കൊടുത്ത് ചെയ്യേണ്ട രീതിയിലാണ് ഇപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്ക് എങ്ങനെ ഈ വിദ്യാഭ്യാസമായാലും പരിശീലനമായാലും കൊണ്ടുവരാൻ സാധിക്കും? അപ്പോൾ ഒന്ന്, നമുക്ക് ഇതിന് ബേസിക്കായിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ ഒരു വിദ്യാഭ്യാസ യോഗ്യത വേണം, അതിനൊരു അപ്പെക്സ് ബോഡി വേണം, അത് കൺട്രോൾ ചെയ്യാൻ ഒരു അപ്പെക്സ് ബോഡി വേണം, പിന്നെ ഒരു കോഡ് ഓഫ് എത്തിക്സ് വേണം. ഇത് മൂന്നും നമുക്ക് സഹകരണ മേഖലയിൽ വാർത്തെടുക്കാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ ഉരുത്തിരിഞ്ഞെടുക്കാൻ സാധിച്ചാൽ, അതായത് ഈ മേഖലയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഒരു വിദ്യാഭ്യാസ യോഗ്യത കമ്പൾസറി ആയിട്ട് വേണം. നമുക്കറിയാം, ഡോക്ടർ ആവണമെന്നുണ്ടെങ്കിൽ MBBS ഉണ്ടായാലേ പറ്റൂ, ലോയർ ആവണമെന്നുണ്ടെങ്കിൽ LLB ഉണ്ടെങ്കിലേ പറ്റൂ. അതോടൊപ്പം തന്നെ ഒരു അപ്പെക്സ് ബോഡി, ഇപ്പോൾ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു അപ്പെക്സ് ബോഡി ഉണ്ട് മെഡിക്കൽ ബോർഡിന് അല്ലെങ്കിൽ വൈദ്യശാസ്ത്രത്തിന്. അതുപോലെ ലീഗൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ഉണ്ട് LLBക്ക്, ചാർട്ടേഡ് അക്കൗണ്ടൻസിക്കും അങ്ങനെയുണ്ട്. അപ്പോൾ അവരെ കൺട്രോൾ ചെയ്യുന്ന ഒരു അപ്പെക്സ് ബോഡി. അതോടൊപ്പം തന്നെ അതിനൊരു കോഡ് ഓഫ് കോണ്ടാക്ട്, എന്താണ് ചെയ്യേണ്ടാത്തത്, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന രീതിയിൽ ഉള്ള ഒരു കോഡ് ഓഫ് കോണ്ടാക്റ്റും കോഡ് ഓഫ് എത്തിക്സും, ഇത് മൂന്നും ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, നമ്മുടെ പ്രൊഫഷണലിസത്തിൻ്റെ ആദ്യ ചവിട്ടുപടി നമ്മൾ കയറി എന്നുള്ള കാര്യം. അപ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഇവിടെ വരുന്ന നമ്മൾ പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്തൊക്കെയാണ് നമ്മൾ നേരിടുന്നത്? ഒന്ന്, ഒരു സമഗ്ര പ്രൊഫഷണലിസത്തിൻ്റെ അഭാവമാണ്. എന്താണ് സമഗ്ര പ്രൊഫഷണലിസം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്? അത് ഞാൻ നേരത്തെ പറഞ്ഞ ട്രെയിനിങ്ങും
അതുപോലെ വിദ്യാഭ്യാസവും അതോടൊപ്പം തന്നെ അപ്രോച്ചസും 3 കാര്യങ്ങൾ നേരത്തെ ബഹുമാനപ്പെട്ട മോഡറേറ്റർ സജിത് ബാബു സാർ പറയുകയുണ്ടായി. അതേ ഊന്നി പറഞ്ഞ 3 കാര്യങ്ങളാണ്. ഒന്ന് ആസ്ക് എന്ന് പറയും, ആറ്റിറ്റ്യൂഡ്, സ്കിൽ ആൻഡ് നോളേജ്. ഈ 3 കാര്യങ്ങളും ആണ് നമ്മൾ ബേസിക്കലി ഡെവലപ്പ് ചെയ്യേണ്ടത്. ഇത് 3ഉം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിദ്യാഭ്യാസം കൊണ്ടും പരിശീലനം കൊണ്ടും മാത്രമേ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കൂ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാം, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങൾ മുന്നോട്ട് വന്ന് RCSൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ അദ്ദേഹം ചാർജ് എടുത്ത ശേഷം ധാരാളം ട്രെയിനിങ് പ്രോഗ്രാം ഇപ്പോൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞ 3 സ്ഥാപനങ്ങൾ, ആസ്കി ആയാലും ICM ആയാലും കിക്മ ആയാലും ധാരാളം ട്രെയിനിങ് പ്രോഗ്രാം നടത്തുന്നുണ്ട്. പക്ഷേ ആ ട്രെയിനിങ് പ്രോഗ്രാമിനുള്ള അല്ലെങ്കിൽ ആ ട്രെയിനിങ് പ്രോഗ്രാം വരുമ്പോഴുള്ള ഒരു കുറവ് ഞാൻ മനസ്സിലാക്കുന്നത്, അവിടെയും ഈ പറഞ്ഞ ഒരു കൊളാബറേറ്റീവ് മോഡ് എന്ന് പറഞ്ഞാൽ എന്താണോ നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ളതിനെ പറ്റി വ്യക്തമായ ധാരണ ഈ നടത്തുന്ന സ്ഥാപനത്തിനുള്ള ഒരു അഭാവം നടത്തുന്ന സ്ഥാപനത്തിനും കാണുന്നില്ല, അല്ലെങ്കിൽ അതിന് അറ്റൻഡ് ചെയ്യാൻ വരുന്നവർക്കും കാണുന്നില്ല. അവർ ഇപ്പോൾ നേരത്തെ അങ്ങനെ അല്ലായിരുന്നു. നേരത്തെ നമുക്കറിയാം പരിശീലനം അല്ലെങ്കിൽ ട്രെയിനിങ് എന്ന് പറയുന്നത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനല്ല. ഇപ്പം ട്രെയിനിങ്ങും ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ്. അതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പോരായ്മകളെല്ലാം മാറ്റി നിർത്തി ഈ ഓരോ മേഖലകളിലും, അത് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് ആയിക്കോട്ടെ, അക്കൗണ്ടിങ് ആയിക്കോട്ടെ, ഫിനാൻസ് ആയിക്കോട്ടെ, ലീഗൽ പാർട്ട് ആയിക്കോട്ടെ, അതിനെല്ലാം കണ്ടിന്യൂസ് ആയിട്ടുള്ള ട്രെയിനിങ്. ബിക്കോസ് നമുക്കറിയാം ഒരു പ്രാവശ്യം ട്രെയിനിങ് കൊടുത്തുകൊണ്ട് ഒരാളുടെ അറിവോ പ്രായോഗിക ബുദ്ധിയോ ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ട്രെയിനിങ് എന്ന് പറയുന്നത് കാര്യം കണ്ടിന്യൂസ് ആയിട്ട് മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രധാനപ്പെട്ട ഞാൻ നേരത്തെ പറഞ്ഞ പ്രധാന വെല്ലുവിളികളായിട്ടുള്ള നൈപുണ്യക്കുറവുള്ള മനുഷ്യശേഷി എന്ന് പറയുന്ന നമുക്കിപ്പോൾ ഉള്ളത്, ഇപ്പം സഹകരണ മേഖലയിൽ ഇപ്പോൾ അതാണ് നമ്മൾ കാണുന്നത്. നമുക്ക് ആൾക്കാരുണ്ട്, സ്ഥാപനങ്ങളുണ്ട്, സ്റ്റാഫുണ്ട്. പക്ഷേ അവിടെ ഈ പറഞ്ഞ പരിശീലനം ലഭിച്ച അല്ലെങ്കിൽ ആ നൈപുണ്യമുള്ള ആൾക്കാരുടെ കുറവ്, അത് നമുക്ക് നികത്താനായിട്ട് തീർച്ചയായിട്ടും ഈ കണ്ടിന്യൂസ് ട്രെയിനിങ് പ്രോഗ്രാം കൊണ്ട് കഴിയും. അതോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളിപ്പം ഈ 21ാം നൂറ്റാണ്ടിൽ ജീവിക്കുമ്പോൾ ബിസിനസ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടറൈസേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നോളജ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. ഇപ്പം ഞാൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പേഴ്സണൽ മാനേജ്മെൻറ്റ് ഒരു പ്രോഗ്രാം, ഒരു ഉദാഹരണം ഞാൻ പെട്ടെന്ന് പറയാം. കാര്യം ഇന്നൊരു കോൺക്ലേവ് നടക്കുന്നുണ്ട്. ആ കോൺക്ലേവ് നടത്താനായിട്ട്, അതിനകത്ത് പാർട്ടിസിപ്പേഷൻ കിട്ടാനായിട്ട് ഇന്നലെ ഉച്ചയായപ്പോൾ ആ ടീം ഒരു AI ഡെവലപ്പ് ടൂള് ചെയ്തു. ഉച്ചയായപ്പോൾ നമുക്ക് ആ സമയത്തേക്ക് ഏകദേശം 80-90 പാർട്ടിസിപ്പേഷനാണ് രജിസ്ട്രേഷൻ ചെയ്തത്. പക്ഷേ ആ ഒരു AI ആപ്ലിക്കേഷൻ ടൂള് നമ്മൾ ഡെവലപ്പ് ചെയ്തപ്പോൾ ഇന്നലെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഏകദേശം 30ഓളം പാർട്ടിസിപ്പൻസ് അതിനകത്ത് കൂടി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ബിസിനസ് ആപ്ലിക്കേഷൻ അതിനകത്ത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. അവരെത്രയും പെട്ടെന്ന് തന്നെ അത് എത്രയും പെട്ടെന്ന് കൊണ്ടുവരാൻ സാധിച്ചു. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് അതിനകത്ത് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് നമുക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത്? ഒന്ന്, ഒരു സമഗ്ര പരിശീലന നയം നമുക്ക് രൂപീകരിക്കണം. ഈ സമഗ്ര പരിശീലന നയം എന്ന് പറഞ്ഞാൽ മുൾത്തട്ടിലുള്ള 3 ലെവൽ, നേരത്തെ പറഞ്ഞു, ബഹുമാനപ്പെട്ട പാനൽ മെമ്പർ പറഞ്ഞു, ഭരണസമിതി, മാനേജീരിയൽ, ജീവനക്കാർ എന്നീ 3 തലങ്ങളിലുള്ള ആൾക്കാർക്കുള്ള ഒരു സമഗ്ര പരിശീലന പദ്ധതി നമുക്ക് മുന്നോട്ട് കൊണ്ടുവരണം. അതോടൊപ്പം തന്നെ ഉപഭോക്തൃ മാനേജ്മെൻറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്, അതിന് ഊന്നൽ കൊടുത്ത്, കാര്യം അതാണ് കസ്റ്റമർ ഈസ് കിങ്. നമ്മുടെ മഹാത്മാഗാന്ധി തന്നെ പറഞ്ഞൊരു കാര്യമാണ്, ഉപഭോക്താവാണ് നമ്മുടെ രാജാവ്. അപ്പോൾ അവരെ നമ്മൾ എങ്ങനെ ഫോക്കസ് ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ കൊണ്ടുപോകാമെന്നുള്ളതിനെ പറ്റിയും, അതോടൊപ്പം തന്നെ മനോഭാവം, കഴിവ്, അറിവ്, നേരത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട RCS പറഞ്ഞ പോലെ ആറ്റിറ്റ്യൂഡ്, സ്കിൽ ആൻഡ് നോളേജ്, ഇത് ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പരിശീലന പരിപാടികളും അതോടൊപ്പം തന്നെ പതിവ് പരിശീലന പ്രോഗ്രാമുകളും, അത് ഒരിക്കൽ കൂടി ഒരു വർഷം അല്ലെങ്കിൽ ഒരു മാസം 1-2 പ്രോഗ്രാമിൽ നിർത്താതെ അതൊരു കണ്ടിന്യൂസ് പ്രോഗ്രാമായിട്ട് നടത്തി പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്ന് കഴിയുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പുണ്ട്, എനിക്ക് വിശ്വാസമുണ്ട്, എനിക്ക് തീർച്ചയായിട്ടും അതിനൊരു കോൺഫിഡൻ്റ് ഉണ്ട്, ഈ മേഖല പ്രൊഫഷണലിസം പൂർണ്ണമായിട്ടും ആർജിക്കുമെന്നും അതോടൊപ്പം തന്നെ ഈ മേഖല പൂർണ്ണമായിട്ടും ഒരു പ്രൊഫഷണൽ മേഖലയായിട്ട് മാറും എന്നുള്ളതും എനിക്ക് പൂർണ്ണമായിട്ടും വിശ്വാസമുണ്ട്. ഈ ഒരു അവസരം തന്നതിൽ ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ സമാഹരിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഡോക്ടർ രാജേഷ്. അദ്ദേഹം അവസാനിപ്പിച്ച 3 കാര്യങ്ങൾ, പ്രധാനമായിട്ടും ഒരു സ്റ്റേറ്റ് ട്രെയിനിങ് പോളിസി, തീർച്ചയായിട്ടും വകുപ്പ് അതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നതായിരിക്കും.
നേരത്തെ പറഞ്ഞ മറ്റ് 2 കാര്യങ്ങൾ, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടും കണ്ടിന്യൂസ് ട്രെയിനിങ്ങും, അതും തീർച്ചയായിട്ടും വകുപ്പ് അതിന് കൃത്യമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കും എന്ന് അറിയിച്ചുകൊണ്ട് അടുത്ത ഫാക്കൽറ്റിയെ അല്ലെങ്കിൽ അടുത്ത സ്പീക്കറെ ക്ഷണിക്കുകയാണ്. നമുക്ക് എന്ത് തരത്തിലുള്ള IT വ്യത്യാസങ്ങളാണ്? നമുക്കറിയാം പുതിയ കാലഘട്ടത്തിൽ ഡിമാൻഡ് വളരെ വലുതാണ്, കുട്ടികളുടെ ആസ്പിറേഷൻസ് വളരെ വലുതാണ്. പുതിയ തലമുറയെ കോപ്പറേറ്റീവ് സെക്ടറിലേക്ക് ആകർഷിക്കണമെങ്കിൽ തീർച്ചയായിട്ടും പുതിയ IT പ്രോഡക്ട്സ് നമ്മുടെ മേഖലയിൽ കൊണ്ടുവരേണ്ടതായിട്ട് വരും. അതിലെന്ത് തരം മാറ്റങ്ങളാണ് കോപ്പറേറ്റീവ് മേഖല കൊണ്ടുവരേണ്ടതെന്നതിനെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കും. ഒരു ചെറിയൊരു പ്രശ്നമുള്ളത്, നമ്മുടെ ഉദ്ഘാടകൻ ഇതുവരെ എത്തിയിട്ടില്ല. അപ്പം നമുക്ക് ഒരു രീതിയിൽ ഒരു ചെറിയൊരു മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നു. ലാസ്റ്റ് സ്പീക്കർ 5 മിനിറ്റ് സംസാരിക്കാം, ബാക്കി ഇനി 3 മിനിറ്റ് കൂടി ഉണ്ടാവും. ആ 3 മിനിറ്റിൽ നമുക്ക് സദസ്സിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങളുണ്ടെങ്കിൽ അതിന് നമ്മുടെ പാനൽ മെമ്പേഴ്സ് അതിനുള്ള മറുപടി പറയും എന്ന് പറഞ്ഞുകൊണ്ട് 5 മിനിറ്റ് സംസാരിക്കുന്നതിനായി ഡോക്ടർ രാകേഷ് കുമാറിനെ ക്ഷണിക്കുകയാണ്. താങ്ക് യു സർ. ബഹുമാനപ്പെട്ട RCS, സജിത് ബാബു സർ, മറ്റ് പാനൽ മെമ്പേഴ്സ്, പ്രിയപ്പെട്ട ഓഡിയൻസ്, തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞു ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഒരു ഇംപ്ലിക്കേഷൻ എന്താണ് ഈ കോപ്പറേറ്റീവ് സെക്ടറിൽ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പ്രസക്തമായൊരു ചോദ്യം, നിങ്ങൾ അപ്ഡേറ്റഡ് ആണോ അതോ ഔട്ട്ഡേറ്റഡ് ആണോ? അപ്പോൾ ഇഫ് യു ആർ അപ്ഡേറ്റഡ്, നിങ്ങൾ സാർ ഇപ്പോൾ പറഞ്ഞു നിർത്തിയത് യങ്സ്റ്റേഴ്സിനെ നമുക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് എന്ത് പോളിസിയാണ് നമ്മുടെ കോപ്പറേറ്റീവ് സെക്ടറിനുള്ളത്, എന്ത് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് ആണ് ഓഫർ ചെയ്യുന്നത്. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഈ മോഡേണൈസേഷൻ അഥവാ സിസ്റ്റമൈസേഷൻ എന്നൊക്കെ പറയുമ്പോൾ അത് ഒതുങ്ങി നിൽക്കുന്നത് ഒരു ഫേസ്ബുക്ക് പ്ലാറ്റ്ഫോമിൽ നമ്മുടെ ഒരു ബാങ്കിൻ്റെ ഒരു പ്രൊമോഷൻ കൊടുക്കുക, അതല്ലെങ്കിൽ ഇൻസ്റ്റയിൽ ഒരു പ്രൊമോഷൻ കൊടുക്കുക, അത്ര മാത്രമാണോ ഈ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഒരു റോള്? ഇപ്പോൾ ഇവിടെ രാജേന്ദ്ര സാർ പറയുന്നുണ്ടായിരുന്നു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കോമ്പീറ്റൻ്റ് ആവണം. ഈ കോമ്പീറ്റൻസി കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് എന്നുള്ളത് കിട്ടണമെങ്കിൽ എല്ലായ്പ്പോഴും ഈ ഇൻഫർമേഷൻ ടെക്നോളജിക്ക് ഒരു വലിയ റോളുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നേരത്തെ കൺസോഷ്യത്തെക്കുറിച്ചും ഈ ഡേറ്റാസിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു. ഇൻഫാക്റ്റ് ഈ കോപ്പറേറ്റീവ് സെക്ടറിൽ തന്നെ ഡേറ്റ മാനേജ്മെൻറ്റ് നോക്കുവാണെങ്കിൽ നമ്മൾ എത്ര കണ്ട് കോമ്പീറ്റൻ്റ് ആണ്? നമുക്ക് ലേറ്റസ്റ്റ് 2024 വരെയെങ്കിലും ഉള്ള ഡേറ്റയുടെ ഒരു കൺസോൾട്ടേഷൻ എവിടെയെങ്കിലും കിട്ടുമോ? ഒരു പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥരിലുണ്ടാവും, അവരൊക്കെ അതിനുള്ള കോമ്പീറ്റൻസി ഉണ്ട്. ബട്ട് സ്റ്റിൽ ഇത് പബ്ലിക്കിന് അവൈലബിൾ അല്ല. അല്ലെങ്കിൽ മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഇപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഈ ഡേറ്റ ഒന്ന് ആക്സസ് ചെയ്യണമെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്. എനിക്ക് തോന്നുന്നു 2022 വരെയുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട്സൊക്കെ എവിടെയോ ഞാൻ കണ്ടു. പക്ഷേ അതിനുശേഷമുള്ള ഡേറ്റയുടെ കൺസോൾട്ടേഷൻ എവിടെയാണ് നടന്നത്? അപ്പോൾ നമുക്ക് ഈ ഡേറ്റ മാനേജ്മെൻറ്റ് മാത്രമേ നമ്മളെ എഫക്റ്റീവായിട്ട് ചിന്തിക്കാനും ഡിസിഷൻ മേക്കിംഗ് വളരെ ഫാസ്റ്റായിട്ടും കൊണ്ടുപോകാൻ പറ്റൂ. ഞാൻ ഉദ്ദേശിക്കുന്ന ഈ ഇൻഫർമേഷൻ ടെക്നോളജി മോഡൽ എന്ന് പറയുന്നത് നമ്മളൊരു കോർപ്പറേറ്റ് ശൈലിയിൽ തന്നെ, അതായത് നമ്മളൊരു കോപ്പറേറ്റീവാണ്, ബട്ട് വി ഹാവ് ടു ഫോളോ ദ കോർപ്പറേറ്റ് ലൈൻ. ആ കോർപ്പറേറ്റുകൾ എടുക്കുന്നത്, അതായത് ന്യൂ ജനറേഷൻ കമ്പനീസ് എടുക്കുന്നത്, ഞാൻ ഈ സംഘങ്ങളുടെ കാര്യമല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ കേരളത്തിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സിലൂടെ കടന്നുപോയാൽ 22 വിവിധ കോപ്പറേറ്റീവ് സെക്ടേഴ്സ് ഉണ്ട്, 22, 23. അപ്പം ഈ എല്ലാ സെക്ടേഴ്സിലും ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഒരു ഇൻഫ്ലുവൻസ് എന്താണ്, അറ്റ് പ്രസൻറ്റ് എവിടെ നിൽക്കുന്നു? ഇൻഫാക്റ്റ് നമ്മളൊരു ഓഡിറ്റ് നടത്തണം. ഒരു ഇൻഫർമേഷൻ ഓഡിറ്റ് നമ്മൾ നടത്തി കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കും. കേരള ബാങ്ക് വന്നപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ പിന്നെ നമ്മുടെ ടച്ച് പോയിൻ്റായിട്ട് ഈ സൊസൈറ്റീസ് എല്ലാം ആക്ട് ചെയ്യുമെന്ന്. പക്ഷേ ഇപ്പോഴും നമുക്ക് ആ ഒരു സങ്കല്പമായിട്ട് അത് നിൽക്കുന്നു. അവിടേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ ഓഡിറ്റേഴ്സ്, ഇപ്പം നമ്മൾ നിയമത്തിലൂടെയൊക്കെ ടീം ഓഡിറ്റിങ്ങും മറ്റ് ആസ്പെക്ട്സും ഒക്കെ കൊണ്ടുവന്നു. ബട്ട് സ്റ്റിൽ ഈ പറഞ്ഞതുപോലെ അത് അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ നടക്കുന്നുണ്ടോ? ഞങ്ങളുടെ കോളേജിൽ ഇപ്പോൾ ഈ അയൽക്കൂട്ടം വന്ന് തൊഴിലുറപ്പ് ഒക്കെ അവർ വന്നിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അവർ പോലും പിന്നെ ഈ ജിയോ ടാഗിങ് സംവിധാനങ്ങൾ അവർ ഉപയോഗിക്കുന്നുണ്ട്. അത് അവൈലബിലിറ്റി എവിടെയാണ്? ഈ GPS ട്രാക്കിംഗ് പോലുള്ള സാധനങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻറ്റിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റഡ് ആണോ, അതോ ഇൻഫാക്റ്റ് നിങ്ങൾ അപ്ഡേറ്റഡ് അല്ലെങ്കിൽ നിങ്ങൾ ഔട്ട്ഡേറ്റഡ് ആവും. അപ്പോൾ ആ വലിയൊരു ക്വസ്റ്റ്യനാണ്. അതുപോലെ തന്നെ കൊളാബറേറ്റ് ടു അവോയ്ഡ് കൊളാപ്സ് എന്നാണ്. അപ്പം നമുക്ക് കൂടുതലായിട്ടുള്ള കൊളാബറേഷൻ
ഓക്കെ സർ. കൊളാബറേഷൻ എന്ന് പറയുന്നത് എല്ലാ സെക്ടറിലും കണക്റ്റഡ് ആണ്. അത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് അവരുടെ ഫിംഗർ ടിപ്സിൽ ഇൻഫർമേഷൻസ് അവൈലബിൾ ആകണം. ഈ പറഞ്ഞ പോലെ നമ്മളൊരു ലെൻഡിങ് പ്രോസസ്സിലോട്ട് പോകുമ്പോൾ നമുക്ക് ഓരോ സംഘങ്ങളിലും എത്ര ഫണ്ട് അവൈലബിൾ ആണെന്നുള്ളത് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥർക്കും ഈ പറയുന്ന കൺസോർഷ്യം ഫോം ചെയ്യുന്നവർക്കും ഒക്കെ അറിയണം. ഇപ്പോൾ എനിക്ക് 1-2 മോഡൽസ്, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതൊരു സോഷ്യലിസ്റ്റ് ചിന്താഗതിയാണെങ്കിൽ പോലെ ക്യാപിറ്റലിസ്റ്റിക് കൺട്രീസ് ലൈക്ക് ഇപ്പോൾ ഫ്രാൻസോ ഫിൻലാൻഡോ അല്ലെങ്കിൽ സ്വിറ്റ്സർലാൻഡോ ഒക്കെ അവരുടെ സ്റ്റോറീസ് എടുത്ത് നോക്കിയാൽ അവർക്കൊക്കെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പോൾ ആ ഇൻഫർമേഷൻ പ്ലാറ്റ്ഫോമും ഡിജിറ്റലൈസേഷൻ എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഒന്നും ഒതുങ്ങാതെ നമ്മുടെ ഒരു 360 ആയിട്ടുള്ള ഒരു ഡൈനാമിക് അപ്രോച്ച് ഇതിൽ വേണം. എങ്കിൽ മാത്രമേ നമുക്ക് പ്രൊഫഷണലിസം എന്നുള്ളത് അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ നമുക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ ഡയമെൻഷനിലും ഈ പറഞ്ഞ IT എനേബിൾഡ് ആയിട്ടുള്ള IT പ്രോസസ്സിലൂടെ മാത്രമേ നമുക്ക് ഫിംഗർ ടിപ്സിൽ ഇൻഫർമേഷൻ അവൈലബിൾ ആവൂ. അതുകൊണ്ട് തന്നെ ആ ഒരു ലൈനിലാണ് നമ്മുടെ ചിന്താഗതി മുന്നോട്ട് പോകേണ്ടത്. താങ്ക് യു മിസ്റ്റർ രാജേഷ്. 5 മിനിറ്റ് അദ്ദേഹത്തിന് നൽകിയെങ്കിലും അദ്ദേഹമാണ് ശരിക്കും സൂപ്പർ ഹിറ്റ് പോലെ വളരെ നല്ല, വളരെ വാലിഡ് ആയിട്ടുള്ള കുറേ പോയിൻറ്റ്സ് പറഞ്ഞുകൊണ്ട് അതിൽ ഏറ്റവും എന്നെ ആകർഷിച്ചത് IT ഓഡിറ്റ്, അത് പ്രത്യേകിച്ചും അഡാപ്റ്റേഷൻ്റെ കാര്യത്തിൽ നമ്മൾ എത്രത്തോളം മുന്നിലാണ് എന്നതിനെക്കുറിച്ച് തീർച്ചയായിട്ടും വകുപ്പ് അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും ആലോചിക്കുന്നതാണ്. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞാൽ ഗവൺമെൻറ് പ്രോസസ് റീ എഞ്ചിനീയറിങ്. ശരിക്കും നമ്മൾ എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് കൊണ്ടുവരാൻ പറ്റുക. നമ്മൾ പലപ്പോഴും ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സിസ്റ്റത്തിനെ നേരെ കമ്പ്യൂട്ടറൈസ് ചെയ്യുകയാണ്. അതിന് നമ്മൾ ഓട്ടോമേഷൻ എന്ന് പറയുക. അതിനകത്ത് IT ഇൻ്റർവെൻഷൻ എന്ന് പറയാൻ കഴിയില്ല. ഇപ്പോൾ ഏതൊക്കെ പ്രോസസ്സുകൾ നമുക്ക് ഒഴിവാക്കിക്കൊണ്ട് വാല്യൂഡ് ആയിട്ടുള്ള പ്രോസസ്സിനെ മാത്രം മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെൻറ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് കൂടി നമ്മളതിൻ്റെ ഭാഗമായിട്ട് ആലോചിക്കേണ്ടതുണ്ട്. വളരെ നന്നായി പ്രസൻറ്റ് ചെയ്ത മുഴുവൻ പാനലിസ്റ്റിനെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇനി 2-3 മിനിറ്റുകളെ ബാക്കിയുള്ളൂ. നമ്മുടെ ഓഡിയൻസിന് നമ്മുടെ പാനലിസ്റ്റോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാനുള്ളൊരു അവസരമാണ്. രണ്ട് മിനിറ്റുകളേ ഉള്ളൂ. അപ്പോൾ 2-3 പേർ, 1-2 പേർക്കുള്ള അവസരമേ ഉള്ളൂ. ഈ ഡിസ്കഷനിൽ ശരിക്കും അവസാനത്തെ പാർട്ട് ഇതാണ്, ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ എന്നാണ് ഇതിന് പറയുക. പാനലിസ്റ്റോട് ചോദ്യം ചോദിക്കുക. പാനലിസ്റ്റുകൾ അവർ പറഞ്ഞ കാര്യങ്ങൾ, ഇത് അവിടെ ഒരാൾ പ്ലീസ് അവിടെ കൊടുക്കും, മൈക്ക് കൂടെ കൊടുക്കൂടെ. ഹലോ, നമസ്കാരം. ഈ കോപ്പറേറ്റീവ് ഓഡിറ്റ് ശാക്തീകരിക്കുന്നതിന് എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കുന്നത്? ഒരു വളരെ പ്രധാനപ്പെട്ട ഐറ്റമാണല്ലോ കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ശാക്തീകരിക്കും നമ്മളെ നിലവിൽ പല കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളുടെയും പരാജയത്തിന് ഈ ഒരു കാരണം നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. അപ്പോൾ അത് ശാക്തീകരിക്കുന്നതിന് സ്വീകരിക്കുന്ന നടപടികൾ എന്തൊക്കെയാണെന്ന് അറിയിച്ചാൽ കൊള്ളായിരുന്നു. ഓക്കെ, ഇത് എനിക്ക് തോന്നുന്നു പാനലിസ്റ്റുടെ ചോദ്യമല്ല, എന്നോടുള്ള ചോദ്യമെന്ന് തോന്നുന്നു. നമ്മുടെ പുതിയ കോപ്പറേറ്റീവ് ആക്ടിൻ്റെ അമെൻമെൻറ്റ് പ്രകാരം ഇപ്പോൾ രജിസ്ട്രാർക്ക് ഒരു പുതിയ അധികാരം നൽകിയിട്ടുണ്ട്. ആ അധികാരം എന്ന് പറഞ്ഞാൽ കോപ്പറേറ്റീവ് ഓഡിറ്റ് ശക്തിപ്പെടുത്താൻ രജിസ്ട്രാറുടെ കൂടുതൽ ഇൻപുട്ട് വരുന്ന രീതിയിൽ അത് വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങും വന്ന് അതിൻ്റെ കൂടെ അതിനെ ശക്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഓഡിറ്റ് ഞങ്ങളിപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഞങ്ങളുടെ മേഖലയിൽ ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഇൻസ്പെക്ടേഴ്സ് ഇപ്പോൾ മാനുവലി ചെയ്യുന്ന ഓഡിറ്റ് ഇൻസ്പെക്ഷൻസ് നമ്മളിപ്പോൾ ഓൺലൈൻ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ അത് ഒരു മൊബൈൽ ആപ്പ് വഴിയുള്ള ഇതാക്കിയിട്ടുണ്ട്. അത് ജനുവരി 1 മുതൽ അത് ഇപ്പോൾ ടെസ്റ്റിംഗ് നടക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഫെബ്രുവരിയോടുകൂടി നമുക്കത് കൊണ്ടുവരാൻ വേണ്ടി കഴിയും. അതോടുകൂടി മാനുവലായി ചെയ്യുന്ന ഇൻസ്പെക്ഷൻസ് നമ്മുടെ വകുപ്പിൽ അവസാനിപ്പിക്കാൻ പറ്റും. അങ്ങനെ ഇൻസ്പെക്ഷൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടി പറ്റും. അതേ മോഡലിൽ തന്നെ നമുക്ക് ഓഡിറ്റിലും കൊണ്ടുവരാൻ വേണ്ടി കഴിയുമോ എന്നതിനെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു തിങ്കിങ് ഞങ്ങൾ നടത്തുകയാണ്. മുഴുവൻ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും വിളിച്ചുകൊണ്ട് ഇപ്പം നമ്മൾ സംസാരിക്കുകയായിരുന്നു. പലപ്പോഴും ഓഡിറ്റിൽ പ്രൊവിഷനിങ് വെക്കുക അല്ലെങ്കിൽ റിസർവ് വെക്കുക എന്നതിനെക്കുറിച്ചൊക്കെ വളരെ എനിക്ക് വേറൊരു കാഴ്ചപ്പാടാണുള്ളത്. അപ്പോൾ അതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തീർച്ചയായിട്ടും പുതിയൊരു ഓഡിറ്റ് മാനുവൽ അല്ലെങ്കിൽ അതിനെ ഓൺലൈൻ ആക്കുന്നുള്ള നടപടി നമ്മൾ തീർച്ചയായിട്ടും സ്വീകരിക്കുമെന്ന് വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് അറിയിക്കുകയാണ്. ഒരാൾക്ക് കൂടി ചോദിക്കേണ്ട അവസരമുണ്ട്. 11:30 സമയമായോ? ആയി, സമയമായി. അവിടെ സമയം. അപ്പോൾ ഇവിടെ ഈ ഡിസ്കഷനിൽ പങ്കെടുത്ത മുഴുവൻ പാനലിസ്റ്റുകളും അവർക്ക് നന്ദി അറിയിക്കുകയാണ്, അഭിനന്ദനം അറിയിക്കുകയാണ്. ഒപ്പം തന്നെ വളരെ നല്ല രീതിയിൽ ഈ ക്ലാസ്സുകൾ കേട്ടിരുന്ന നിങ്ങളെ മുഴുവൻ പേർക്കും വകുപ്പിൻ്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഇതിന് ഞങ്ങൾക്ക് അവസരം ഒരുക്കി തന്ന നിയമസഭയുടെ മുഴുവൻ അധികാരികൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് വകുപ്പിൻ്റെ പേരിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ആൾ. വിൽ മീറ്റ് അഗൈൻ.
സഹകരണ മേഖലയും പ്രൊഫഷണലിസവും എന്ന വിഷയത്തെ അധികരിച്ച് നടത്തിയ പാനൽ ചർച്ചയിൽ പങ്കെടുത്ത ഏവർക്കും നിയമസഭാ സെക്രട്ടേറിയറ്റ് നന്ദി രേഖപ്പെടുത്തുന്നു. നിയമസഭാ സെക്രട്ടേറിയറ്റിൻ്റെ ഉപഹാരം സമർപ്പിക്കുന്നതിനായി ബഹുമാനപ്പെട്ട നിയമസഭാ സെക്രട്ടറി ഡോക്ടർ എൻ കൃഷ്ണകുമാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ഈ ഉപഹാരം, ഈ ഒരു പരിപാടി നന്നായിട്ട് നടത്തി ഈ മോഡറേറ്റ് ചെയ്ത നമ്മുടെ ബഹുമാനപ്പെട്ട RCS സജിത് ബാബു സാറിന് ഉപഹാരം നൽകുവാനായിട്ട് ബഹുമാനപ്പെട്ട നിയമസഭാ സെക്രട്ടറിയെ ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അടുത്ത പാനലിസ്റ്റായിട്ട് വന്നത് നമ്മുടെ ഞാണ്ടൂർകോണം സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള രാജേന്ദ്രകുമാർ സാറാണ്. അദ്ദേഹത്തിന് മെമൻറ്റോ സ്വീകരിക്കാനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. അദ്ദേഹം ബഹുമാനപ്പെട്ട നിയമസഭാ സെക്രട്ടറിയുടെ കയ്യിൽ നിന്നും മെമൻറ്റോ സ്വീകരിക്കുന്നു. ട്രെയിനിങ് IT മേഖലയെപ്പറ്റി സുദീർഘമായി സംസാരിച്ചത് കിഗ്മ ബി സ്കൂൾ അസോസിയേറ്റ് പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ രാകേഷ് കുമാർ സാറാണ്. അദ്ദേഹത്തിന് മെമൻറ്റോ ബഹുമാനപ്പെട്ട നിയമസഭാ സെക്രട്ടറി സമ്മാനിക്കുന്നു. ഗവൺമെൻറ് സെക്ടറിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരണം എന്നുള്ള കാര്യത്തെപ്പറ്റി സുദീർഘമായി സംസാരിച്ചത് നമ്മുടെ ബഹുമാനപ്പെട്ട കാർഷിക സർവകലാശാല രജിസ്ട്രാർ കൂടെയായിട്ടുള്ള ഡോക്ടർ രഞ്ജിത് കുമാർ സാറാണ്. സാറിനെ മെമൻറ്റോ സ്വീകരിക്കാനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. സഹകരണ മേഖലയിൽ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ ആവശ്യകതയെപ്പറ്റി സംസാരിച്ചത് കിഗ്മ പ്രൊഫസർ ആൻഡ് ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ രാജേഷ് എസ് പെങ്ങാവിലാണ്. രാജേഷ് ഇപ്പോൾ ഞാനിപ്പോൾ സ്വീകരിക്കും. ഏവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. പരിപാടി അവസാനിപ്പിച്ചിരിക്കുന്നു. ഞാനൊരു പെർമിഷൻ ചോദിച്ചിരുന്നു. കിഗ്മ ബി സ്കൂളിൻ്റെ ഒരു ജേർണൽ, കൊമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റിനകത്തുള്ള ജേർണലാണ്. അതൊന്ന് റിലീസ് ചെയ്യാനായിട്ടുള്ള ഒരു പെർമിഷൻ ഞാൻ ഇവിടെ ചോദിച്ചിരുന്നു. അതിൻ്റെ പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് റിലീസ് ചെയ്യാനായിട്ട് ബഹുമാനപ്പെട്ട നിയമസഭാ സെക്രട്ടറിയെയും അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട RCSനെയും മറ്റുള്ള വേദിയിലുള്ള ആൾക്കാരെയും ക്ഷണിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ അവിടുത്തെ കുട്ടികൾ തയ്യാറാക്കിയ ഒരു മാഗസിനുണ്ട്. അതൊന്ന് റിലീസ് ചെയ്യാനായിട്ട് ബഹുമാനപ്പെട്ട RCSനെയും ബഹുമാനപ്പെട്ട നിയമസഭാ സെക്രട്ടറിയോടും അപേക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. പ്രത്യേകം നന്ദി പറയുന്നു ബഹുമാനപ്പെട്ട സ്പീക്കർക്കും അതോടൊപ്പം തന്നെ നിയമസഭാ സെക്രട്ടറിക്കും അതോടൊപ്പം തന്നെ ഇന്ന് ഈ വേദിയിലിരുന്ന മോഡറേറ്റ് ചെയ്ത RCS സജിത് ബാബു സാറിനും ബാക്കിയുള്ള പാനൽ മെമ്പേഴ്സിനും അതോടൊപ്പം തന്നെ ഇത് കേൾവിക്കാരിൽ വന്നിട്ടുള്ളവർക്കും അതോടൊപ്പം തന്നെ സെക്ഷൻ ഓഫീസർ മഞ്ജു മാമിനും ഇത് മൊത്തം കോർഡിനേറ്റ് ചെയ്യാനായിട്ട് എന്നോട് സഹായിച്ച മഞ്ജു മാമിനും നന്ദി പറയുന്നു. താങ്ക്സ് എ ലോട്ട്.